പിതാവിന്റെ ദാസി ശബ്ദം ക്ലിയറാണോ? ശബ്ദം ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ശബ്ദം കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ നല്ല കൂട്ടായ്മയുടെ നടുവിൽ ദൈവനെ സംസാരിപ്പാൻ ലഭിച്ച നല്ല അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ജയറാ മിനിസ്ട്രി എന്ന് പറയുന്നത് ഒരു വില്ലേജിൽ ഒതുങ്ങിക്കൂടുന്നുവെങ്കിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പടർന്നു കിടക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാകാൻ കാരണം ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ പ്രത്യക്ഷമായിരിക്കുന്ന മുഖങ്ങളുടെ പ്രദർശനമാണ്. കാരണം നാം ദൈവസന്നിധിയിൽ കഴിക്കുന്ന സമയങ്ങളൊന്നും വ്യർത്ഥമല്ല. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന വിടുതലുകളാണ് നമുക്ക് തുടർന്നുള്ള ജീവിതത്തിൽ ആവശ്യമായ ബലവും സമാധാനവും ഒക്കെ നൽകുന്നത്. ഞാൻ മസ്കറ്റില് വളരെ ദൂരെ ഇരുന്നാണ് ഈ മെസ്സേജ് ഇന്ന് നിങ്ങൾക്ക് നൽകുന്നത്. ഞാൻ ഇന്നലെ ഒരു 300 കിലോമീറ്റർ ദൂരെ യാത്ര ചെയ്ത് ഒരു മീറ്റിങ്ങിന് പോയതിന് ശേഷം മടങ്ങി വരുന്ന വരവിലാണ് ഞാനിപ്പോൾ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ന് അനുഗ്രഹീതമായ വർഷിപ്പ് നടത്തിയ പ്രിയ അജീഷിന് പകരം എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ സൂസനാണ് ഇന്നിവിടെ വർഷിപ്പ് നടത്തേണ്ടിയിരുന്നത്. ഇൻസ്ട്രുമെന്റ്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം കൊണ്ട് മുൻകൂർ ജാമ്യം എടുത്തിട്ട് ഞങ്ങൾ പ്രിയ സഹോദരി ജോയ്സിനോട് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ മാറുകയായിരുന്നു. എങ്കിലും വചനത്തിന് സംസാരിപ്പാൻ മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്തിരിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ മുഖങ്ങളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പ്രിയ സഹോദരി ജെസ്സി ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. ഞാൻ വാത്സല്യത്തോടെ ഞങ്ങളെ റാണി മോളെന്ന് വിളിക്കുന്ന കുഞ്ഞ് പങ്കെടുത്തിട്ടുണ്ട്. അവളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജോയി സിസ്റ്റർ പറഞ്ഞു തരാത്ത ഒരു മിസ്റ്റേക്ക് വന്നു. എൻ്റെ മമ്മിയുടെ ചേട്ടത്തിയുടെ മോളാണ്. ഞങ്ങളൊക്കെ ഒരുമിച്ച് വളർന്ന് ഒരുമിച്ച് ജീവിച്ചു വന്നവരാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ സഹോദരി പറഞ്ഞതുപോലെ ഞങ്ങൾക്കും പ്രിയ സഹോദരിയോടൊത്തൊരു ആത്മീയ ബന്ധവും ചെറുപ്രായം മുതലേ തന്നെ ഉണ്ടായിരുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ആരെയും കൈവിട്ടില്ല. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഞങ്ങളായിരുന്നെങ്കിലും എന്നോടൊപ്പം വന്ന് പാർക്കുവാനും അനേക ദിവസങ്ങൾ ഞങ്ങൾക്ക് ഒരുമിച്ച് സമയങ്ങളെ ചെലവഴിപ്പാനും അനേക മീറ്റിങ്ങുകളൊക്കെ അനുഭവിപ്പാനും കർത്താവ് അവസരങ്ങളെ ഒരുക്കി. അനവധി ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഞങ്ങൾ പരസ്പരം രാത്രിയുടെ മണിക്കൂറുകൾ എടുത്ത് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ആശ്വസിപ്പാനും ശുശ്രൂഷയ്ക്ക് പ്രചോദനം നൽകുന്ന ദൈവത്തിന്റെ വിധങ്ങളെ കുറിച്ച് ചിന്തിപ്പാനും ഒക്കെ ഇടയായി തീർന്നു. ഞാനും പല രാജ്യങ്ങൾ സഞ്ചരിക്കുന്നത് കൊണ്ട് പ്രിയപ്പെട്ടവളെ കുറിച്ചും പലയിടങ്ങളിൽ എനിക്കും പറയുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ജീവിക്കുന്നു, ദൈവം വലിയവനാണ്, കർത്താവ് ഇന്നും വാക്കു പറഞ്ഞാൽ മാറാത്തവനാണെന്ന് അന്തരാത്മാവിൽ സധൈര്യം പ്രഘോഷിപ്പാൻ തക്കവണ്ണം ആത്മചൈതന്യം നൽകുന്ന ദൈവത്തിന്റെ വെളിപ്പെടുത്തലുകളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ അനുഭവങ്ങളും. പ്രൈസ് ഗോഡ്. ദൈവത്തിന് നന്ദി പറയുന്നു. മുഖവരയിൽ നിന്നാൽ ഇന്ന് നമുക്ക് അല്പം എത്ര സമയം വരെ എനിക്ക് വചനശുശ്രൂഷയ്ക്ക് ഉണ്ട് ദൈവാസി എന്ന് പറയുന്നു? 7 മണി. 5 മിനിറ്റ് കൂടെ പോയാലും കുഴപ്പമില്ല. 7 മണി എന്ന് പറയുമ്പോൾ 1.5 മണിക്കൂർ. ഇവിടെ ഇപ്പൊ 4:30 കഴിഞ്ഞു. ഓക്കെ, 1.25 മണിക്കൂർ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ എന്നോടൊപ്പം ഒരുമിച്ച് സഞ്ചരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് നമ്മളോട് സംസാരിപ്പാനുള്ളതൊന്നും കർത്താവ് മറച്ചു വെക്കാതെ നമ്മളോട് സംസാരിക്കും. ഹല്ലേലൂയ. ഞാൻ ഇവിടെ അനുഗ്രഹീതമായ വർഷിപ്പ് നടത്തിയ ജിഷ്ണയെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. പഴയ പാട്ടുകൾ പാടി ഒത്തിരി സന്തോഷത്തോടെ എനിക്കും ഒത്തിരി പിന്നിലേക്ക് ഒന്ന് പോകുവാൻ ഇടയായി തീർന്നു. കാരണം ഈ പാട്ടുകളൊക്കെ പാടുമ്പോൾ ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങളെയൊക്കെ ഓർക്കുവാനും ദൈവം നടത്തിയ വഴികളെയൊക്കെ ഓർക്കുവാനും ദൈവത്തിന് നന്ദി പറയുവാനും ഇടയായി തീർന്നു. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിന്റെ ദാസനെ കർത്താവ് ഉപയോഗിക്കട്ടെ. പ്രാർത്ഥിച്ച എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. ചിലരെയൊക്കെ എനിക്ക് മുഖപരിചയമുണ്ട്. കർത്താവ് നമ്മളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവശബ്ദം കേൾക്കുക എന്ന് പറയുന്നത് പലർക്കും നടക്കാത്ത അല്ലെങ്കിൽ അനുഭവിക്കാൻ കഴിയാത്തൊരു യാഥാർത്ഥ്യമാണ് ദൈവശബ്ദം കേൾക്കുക എന്നുള്ളത്. പലർക്കും പല ശബ്ദങ്ങളും പലരും കേൾക്കുന്നവരാണ്. പക്ഷെ ദൈവശബ്ദത്തെ തിരിച്ചറിയുക എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമേറിയ അനുഭവമാണ്. ഹല്ലേലൂയ. പല ശബ്ദങ്ങളും ദൈവശബ്ദങ്ങളാണെന്ന് അനുമാനിച്ച് പലരും അനുഗമിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ പരാജയങ്ങളാണ് സംഭവിക്കുന്നത്. എന്നാൽ ദൈവശബ്ദം കേട്ടു എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ കഠിന പരിശോധനയുടെ നടുവിലും അവർ നിലയുറപ്പിച്ച് വീഴാതെ നിൽപ്പാൻ അവർക്കിടയായി തീരും. കൊടുങ്കാറ്റുകൾ അവരുടെ ജീവിതത്തിൽ അടിച്ചാലും പെരുങ്കാറ്റുകൾ അടിച്ചാലും ഈശാനമൂലൻ അടിച്ചാലും അവരെ
ഭയം കൂടാതെ നിർത്തുന്നത് ഞാൻ യഹോവയുടെ ശബ്ദം കേട്ടു എന്നുള്ളൊരു അഭിമാനപൂർവമായ ഒരു ആത്മവിശ്വാസമാണ് അവരെ തളർന്നു പോകാതെ നിർത്തുന്നത്. ഹല്ലേലൂയ. അനേകം ശ്വാസവീരന്മാരുടെ ചരിത്രം എടുത്ത് പഠിക്കുമ്പോൾ അവരെല്ലാം നിലനിന്നു പോകുന്നത് ദൈവം അവരോട് കൃത്യമായി സംസാരിച്ചു കൊണ്ടിരുന്നു. മേലാലും ദൈവം സംസാരിക്കുമെന്നുള്ള ഒരു വലിയ ആത്മവിശ്വാസമാണ് അവർക്ക് നൽകിയിരുന്നതായ ഹല്ലേലൂയ ആത്മധൈര്യം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. കർത്താവിനെ കണ്ടുമുട്ടി ദൈവിക ശബ്ദം കേട്ട് ഇറങ്ങിത്തിരിച്ച ഒരുപറ്റം സഹോദരിമാരുടെ കൂട്ടമാണ് ഇന്ന് ഈ സന്ധ്യാസമയം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അതിന് മാറ്റമില്ല, എന്നാൽ ദൈവം വാക്കുമാറുകയും ചെയ്യും. ഹല്ലേലൂയ. എന്നാൽ വാക്കുമാറാത്ത ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. നാം വിശ്വസ്തരായിരുന്നാൽ, ദൈവത്തോടൊത്ത് നാം സഞ്ചരിക്കാൻ തയ്യാറായാൽ, ദൈവ കൽപ്പനയ്ക്ക് കീഴ്പ്പെടാൻ തയ്യാറായാൽ ദൈവം നമ്മളോട് സംസാരിപ്പാൻ ഇടയായി തീരും. ഞാൻ ഇന്ന് നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ തന്നെ ഏതാനും കിലോമീറ്ററുകൾക്കപ്പുറത്ത് ഇന്നലെ രാത്രിയിൽ അല്ലെങ്കിൽ ഇറാൻ വിക്ഷേപിച്ച ഒരു ഡ്രോൺ വന്ന് പതിച്ചതിന്റെ അടുത്തിരുന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഹല്ലേലൂയ. കാരണം എന്താന്ന് വെച്ചാൽ ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിന് എന്ത് സംഭവിക്കും? ലോക രാഷ്ട്രങ്ങൾക്ക് എന്ത് സംഭവിക്കും? ഹല്ലേലൂയ. ഒരു ഭയത്തിന്റെ അധീനത്തിൽ ജനങ്ങളായിരിക്കുമ്പോൾ സധൈര്യം, ആത്മധൈര്യം പ്രാപിച്ചുകൊണ്ട് ദൈവമക്കൾക്ക് പറയാൻ കഴിയും, ഹല്ലേലൂയ, ലോകത്തിന് എന്ത് സംഭവിച്ചാലും, ഹല്ലേലൂയ, സ്തോത്രം, നമുക്കെന്ത് സംഭവിച്ചാലും നമ്മുടെ അകത്തുള്ള ആത്മാവിന് ഹല്ലേലൂയ വിടുതൽ തരുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമാണ് നമ്മുടെ നടുവിൽ വ്യാപരിക്കുന്നത്. അല്ലെങ്കിൽ പലപ്പോഴും ജഡത്തെ പിശാചിന് തൊടുവാൻ കഴിയും, ജഡത്തെ പിശാചിന് പീഡിപ്പിക്കാൻ കഴിയും, ജഡത്തെ നിരാശയിൽ കൊണ്ടുവരുവാൻ കഴിയും, ജഡത്തെ ആകുലതയിലാക്കാൻ കഴിയും. എന്നാൽ അകത്തുള്ള ആത്മാവിനെ പിശാചിന് തൊടുവാൻ കഴിയില്ല. ഹല്ലേലൂയ. അല്പവേദനകൾ കടന്നു വരുമ്പോൾ, ദുഃഖങ്ങൾ കടന്നു വരുമ്പോൾ പരാതി പറയുന്ന മനോഭാവത്തിനുടമയാണ് മനുഷ്യൻ. എന്നാൽ ഇന്ന് രാത്രിയിൽ ആത്മാവ് ഒരു ദൂത് കൈമാറുന്നു. ഹല്ലേലൂയ. ആത്മാവിൽ ചൈതന്യം പ്രാപിച്ച് അന്തരാത്മാവിൽ ജയം ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രിയിൽ ഒരു പുതിയ കൃപയോടെ ഈ വചന ശുശ്രൂഷ കഴിയുമ്പോൾ ഹല്ലേലൂയ പുതിയ പാതയിലൂടെ പുതിയ പാദം വെച്ച് നിങ്ങൾക്ക് നടപ്പാൻ തക്കവണ്ണം ഇടയായി തീരുമെന്ന് ആത്മാവ് ഇന്ന് പകൽക്കാലം മുന്നറിയിപ്പ് നൽകുകയാണ്. സ്തോത്രം. കുറിവാക്യമായ ഒരു വാക്യത്തിലേക്ക് ഞാൻ കടന്നു വന്നിട്ട് അതിന്റെ ഭാഗികമായ ദൈവിക ആലോചനകൾ കൈമാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1 ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യമാണ് വായിക്കുവാനായിട്ട് ആത്മാവിനെ ഓർപ്പിച്ചത്. അവർ അധികാലത്ത് അരുണോദയത്തിൽ എഴുന്നേറ്റ് ശമൂവേൽ മുകളിൽ നിന്ന് ശൗലിനെ വിളിച്ചു, എഴുന്നേൽക്കുക, ഞാൻ നിന്നെ യാത്ര അയക്കാമെന്ന് പറഞ്ഞു. ശൗൽ എഴുന്നേറ്റു. അവർ രണ്ടുപേരും, അവനും ശമൂവേലും തന്നെ വെളിയിലേക്ക് ഹല്ലേലൂയ പുറപ്പെട്ടു. 27-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, പട്ടണത്തിന്റെ അറ്റത്തെത്തിയപ്പോൾ ശമൂവേൽ ശൗലിനോട്, ഭൃത്യൻ മുമ്പേ കടന്നു പോകുവാൻ പറയുക. അവൻ കടന്നുപോയി. ഞാൻ നിന്നോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് നീ അല്പം നിൽക്ക എന്ന് പറഞ്ഞു. സ്തോത്രം. ഇന്ന് ഈ സന്ധ്യാസമയം ദൈവത്തിന്റെ ആത്മാവ് വളരെ തിരക്കേറിയ ജീവിതത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട്, വളരെ ഹല്ലേലൂയ ബദ്ധപ്പാടുകളുടെ നടുവിൽ നിന്നുകൊണ്ട്, ഒഴിച്ചു വെക്കുവാൻ കഴിയാത്ത, മാറ്റിവെക്കുവാൻ കഴിയാത്ത പല സാഹചര്യങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് നീ എഴുന്നേൽക്കാൻ തയ്യാറായാൽ, ആത്മാവിനോടൊത്തിന്ന് രാത്രിയിലൊന്ന് പുറപ്പെടാൻ തയ്യാറായാൽ, ദൈവ നിയോഗത്തോടൊന്ന് പുറപ്പെടാൻ തയ്യാറായാൽ, അല്പം നിൽക്കാൻ തയ്യാറായാൽ, ദൈവത്തിന് ഇന്ന് സന്ധ്യാസമയം ചിലത് നിന്നോട് പറയാൻ തക്കവണ്ണം ദൈവത്തിനുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് കേൾക്കുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ പറയുവാൻ സ്വർഗത്തിന്റെ വാതിലുകൾ ഇന്ന് തുറക്കുന്ന രാത്രിയാ. യേശുവിന്റെ രക്തത്താലും വചനത്താലും ജയം. ആരെന്നോട് സംസാരിച്ചാലും, ആരെന്റെ കൂടെ നടന്നാലും, ഹല്ലേലൂയ, ദൈവത്തിന്റെ സാന്നിധ്യം എന്റെ കൂടെ ഇല്ല എങ്കിൽ, ദൈവത്തിന്റെ സാന്നിധ്യം എന്റെ കൂടെ പോരുന്നില്ല എങ്കിൽ, ദൈവത്തിന്റെ സാന്നിധ്യം എന്റെ കൂടെ എന്റെ കൈപിടിപ്പാനില്ല എങ്കിൽ ഞാൻ അനാഥനും ഹല്ലേലൂയ ഹല്ലേലൂയ ആരുമില്ലാത്തവനുമായി മാറുന്ന ഒരു അനുഭവമാണ് നമ്മുടെ ജീവിതമുള്ളത്. അതുകൊണ്ട് അല്പം നിൽക്ക. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഒരു പുതിയ മേഖലയിലേക്ക് കൊണ്ടുപോവുകയാണ്. 26-ാം വാക്യം വായിക്കുമ്പോൾ അവൻ അധികാലത്ത് അരുണോദയത്തിങ്കൽ എഴുന്നേറ്റു. ഹല്ലേലൂയ. നേരം പുലരായപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, പൂജാഗിരിയിൽ നിന്ന് ഇറങ്ങി വരുന്നതായ ഹല്ലേലൂയ ശമൂവേൽ മുകളിൽ നിന്നുകൊണ്ട് ശൗലിനെ വിളിക്കുകയാണ്. എന്തിനാണ് വിളിക്കുന്നത്? ഹല്ലേലൂയ ഭൃത്യനോട് അറിയിക്കുവാൻ തക്കവണ്ണമുള്ള ദൈവിക ആലോചനകൾ ദൈവം ഏൽപ്പിച്ച ഒരു
ദൈവമനുഷ്യൻ ഹല്ലേലൂയ ശൗലിനെ വിളിച്ചിട്ട് പറയുകയാണ്, നമുക്ക് ഒരുമിച്ച് അല്പം സഞ്ചരിക്കേണ്ട ആവശ്യമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് ഈ സന്ധ്യാസമയം ഹല്ലേലൂയ വ്യത്യസ്തമായ സോണുകളിൽ ഇരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പിന്നെ ടൈമിന്റെ ഒരു ഇത് വ്യത്യാസം വരുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നു ഹല്ലേലൂയ ഈ സന്ധ്യാസമയം ഹല്ലേലൂയ സ്തോത്രം നാം ദൈവത്തോടൊത്ത് സഞ്ചരിക്കുമ്പോൾ ഇന്ന് ശാന്തമായി ദൈവത്തിന് ചിലത് നമ്മളോട് സംസാരിക്കുവാനുണ്ട്. ദൈവം സംസാരിച്ചാൽ നമ്മൾ അത് ഏറ്റെടുക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ദൈവം നമ്മോട് ഇടപെട്ടാൽ അത് അംഗീകരിക്കാൻ തയ്യാറാകണം. വിമർശനത്തിന്റെ ഒരു ലോകത്തിലാണ് നാം ആയിരിക്കുന്നത്. വിമർശിക്കപ്പെട്ടവരാണ് പലരും. ഇന്നും പലരും വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ വിമർശിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നവരെ പോലെ അല്ല നാം. ദൈവശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ ആരൊക്കെ വിമർശിച്ചാലും ആത്മനിറവുള്ള ദൈവ പൈതലേ, നിന്നെ കൈവിട്ട് കളയാൻ ദൈവത്തിന് കഴിയുകയില്ല. അവൻ നിന്നെ കരുതുന്ന കർത്താവാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുവാൻ തയ്യാറാകട്ടെ. ഇവർ രണ്ടുപേരും നടക്കുവാൻ തയ്യാറായി. ഞാനിവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടം തോന്നിയ ഒരു കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നടക്കാൻ തയ്യാറായപ്പോൾ അവൻ വിളിച്ചപ്പോൾ യെസ് എന്ന് പറയാൻ തക്കവണ്ണം ഒരു മനസ്സ് ശൗലിനുണ്ടായെന്നുള്ളതാണ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മളെയും ദൈവം അങ്ങനല്ലേ വിളിച്ചത്. വലിയ പാരമ്പര്യങ്ങളുടെ നടുവിൽ നിന്ന്, ശ്രേഷ്ഠകരമായ അനുഭവങ്ങളുടെ നടുവിൽ നിന്ന്, ഉന്നതമായ പല പദവികളുടെ നടുവിൽ നിന്ന് അല്ലേ ദൈവം നമ്മെ വിളിച്ചപ്പോൾ നമ്മൾ ഈ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒറ്റപ്പെടുത്തലുകളോ ഈ പറയുന്ന ആകുലതകളോ ഒന്നും ദൈവം നമ്മെ മുന്നമേ അറിയിച്ചില്ല. ഇതൊക്കെ ഇതിന്റെ കൂടെ നമുക്ക് ലഭിക്കുന്നതാകുന്നത് കൊണ്ട്, വിളിച്ച ദൈവം വിശ്വസ്തനായതുകൊണ്ട് കർത്താവ് നമ്മെ കൈവിട്ടില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം. അനവധി അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ പറയാനുണ്ട്. സമയം അനുവദിച്ചാൽ ഞാൻ അങ്ങോട്ട് കിടക്കാം. പക്ഷേ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം, ഈ വിളി ചെറിയ വിളിയല്ല. ദൈവം പലരെയും വിളിച്ചു. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 14-ാം വാക്യം വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, അവിടെ ഒരു പദം ഇങ്ങനെ കാണാം. അങ്ങനെ ലോത്ത് ചെന്ന് തന്റെ പുത്രിമാരെ വിവാഹം ചെയ്യുവാനുള്ള മരുമക്കളോട് സംസാരിച്ചു. നിങ്ങൾ എഴുന്നേറ്റ് ഈ സ്ഥലം വിട്ട് പുറപ്പെടുവിൻ, യഹോവ ഈ പട്ടണം നശിപ്പിക്കുമെന്ന് പറഞ്ഞു. ശ്രദ്ധിക്കുക, തന്റെ മക്കളെ വിവാഹം കഴിക്കുവാനിരിക്കുന്ന തന്റെ മരുമക്കളോട് ചെന്ന് പറയുകയാണ്, ദൈവം ഈ പട്ടണത്തെ നശിപ്പിക്കാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് എഴുന്നേറ്റേ പറ്റുകയുള്ളൂ. ദൈവമക്കളെ, ഈ ദൂത് ഞാൻ കൈമാറുമ്പോൾ, ദൈവം നമ്മെ വിളിച്ച കാലയളവിൽ അനേകരുടെ കൂട്ടത്തിൽ നശിച്ചു പോകേണ്ടവരായിരുന്നു നമ്മൾ. ദൈവം നമ്മെ വിളിച്ചു എന്നുള്ള ഒറ്റ കാരണത്താലാണ് ഇന്ന് നാം സന്തോഷത്തോടെ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. പരാജയപ്പെടേണ്ട അനേക ദിനരാത്രങ്ങൾ നമ്മുടെ പിൻപിൽ ഉണ്ടായിരുന്നു. തകർന്നു പോകേണ്ട, ഉടഞ്ഞു പോകേണ്ട, നാമധേയം പോലും നഷ്ടപ്പെട്ടു പോകേണ്ട അനേക ദിനരാത്രങ്ങൾ നമ്മുടെ പിൻപിൽ ഉണ്ടായിരുന്നു. ദൈവശബ്ദത്തിനു വേണ്ടി കാതോർത്തപ്പോൾ, ദൈവശബ്ദത്തിനു വേണ്ടി കീഴ്വഴങ്ങിയപ്പോൾ, ദൈവശബ്ദത്തിനു വേണ്ടി മനസ്സ് വെച്ചപ്പോൾ അവിടെ ദൈവം നമ്മുടെ പേര് എഴുതി മാറ്റിവെച്ചു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയണം, നമ്മുടെ ദൈവം നമ്മളോട് വ്യക്തമായി സംസാരിക്കുന്ന ദൈവമാണ്. ലോത്തിന്റെ പെൺമക്കളെ കുറിച്ച് ലോത്തിന് അപ്പനെന്ന നിലയിൽ ഒരു ചിന്തയുണ്ട്. പക്ഷെ ദൈവത്തിന്റെ ശിക്ഷാവിധി ആർക്കും ഒഴിച്ചുകൂടാൻ കഴിയാത്തത് കൊണ്ട് ദൂത് അറിയിക്കേണ്ടത് ലോത്തിന്റെ കർത്തവ്യമാണ്. ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം ആത്മനിയോഗത്തോട് ഞാൻ പറയട്ടെ, അതിൽ ദൈവം നമ്മളോട് അറിയിച്ച ദൂത് മറച്ചു വെക്കാതെ പറയാൻ നാം തയ്യാറാകുമെങ്കിൽ നമ്മുടെ സമശിഷ്ടങ്ങൾ പലരും ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ ഇടയായി തീരും. ഇന്ന് പലരും, എന്റെ സഹോദരൻ, എന്റെ കുടുംബം, എന്റെ പിതാവ്, എന്റെ സഹോദരി, എന്റെ മാതാവ് ഈ രക്ഷയൊന്ന് അനുഭവിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുക, അതിൽ നീ മടികൂടാതെ പ്രാർത്ഥിക്കുക. അതിനൊരു അവസരം നിന്റെ മുമ്പിൽ കർത്താവ് തരൂ. അതിനൊരു അവസരം നിന്റെ മുമ്പിൽ വെളിപ്പെടുത്തു. നീ കരയുന്ന വിഷയത്തിനു മേല്, നീ യാചിക്കുന്ന വിഷയത്തിനു മേല് മറ്റുള്ളവരോട് പരാതി പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ നിന്റെ വേദന ഇറക്കി വെച്ച സമയത്തെ കളയുന്നതിന് പകരം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഇരിപ്പാൻ ഇടയായി തീർന്നാൽ ആത്മനിയോഗത്തോടൊരു ദൂത് ഞാൻ കൈമാറാ. ഇരുട്ടിന്റെ നടുവിൽ നിന്ന് നീതിയുടെ സൂര്യന്റെ പ്രകാശം ഹല്ലേലൂയ കടന്നു വരുന്നത് പോലെ ദൈവത്തിന്റെ പ്രവൃത്തി വ്യക്തിപരമായി ജീവിതത്തിൽ ഇടപെടുമെന്ന് പരിശുദ്ധാത്മാവിന്റെ ഒരു ആലോചന പറയുകയാണ്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 44-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം
വായിക്കുമ്പോൾ അവൻ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് ദൂരത്താകും മുമ്പേ ജോസഫ് പറയുകയാണ് തന്റെ ഗൃഹവിചാരകരോട്, എഴുന്നേറ്റ് ആ പുരുഷന്മാരുടെ പിന്നാലെ ഓടി ചെല്ലുക. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവിന് ചിലർ നമ്മളോട് സംസാരിക്കണമെങ്കിൽ ആയിരിക്കുന്ന മേഖലയിൽ നിന്ന് ഒന്ന് എഴുന്നേറ്റേ മതിയാകുള്ളൂ. യേശുവിന്റെ രക്തത്താലും വചനത്താലും ജോസഫെ, നിനക്കൊരു വാഗ്ദത്തമുണ്ട്. നിന്നെ എവിടെ എത്തിക്കണമെന്ന് എന്റെ ദൈവത്തിനറിയാം. നിന്നെ എങ്ങനെ കൊണ്ടുചെല്ലണമെന്ന് എന്റെ ദൈവത്തിനറിയാം. ഹല്ലേലൂയ. നിന്റെ സഹോദരന്മാർ നിന്നെ കൈവിട്ടു, നിന്റെ പ്രിയപ്പെട്ടവർ നിന്നെ കൈവിട്ടു. നീ എന്റെ ശബ്ദം കേട്ട് ദർശനം കണ്ട് ഇറങ്ങി തുരിച്ച നിന്നെ കൈവിടുവാൻ എന്റെ അപ്പൻ അനുവദിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ ദൂത് ഞാൻ കൈമാറാം. ഏറ്റെടുക്കുന്നവർ ആത്മനിറവോടെ ഈ ദൂത് ഏറ്റെടുക്കട്ടെ. ഹല്ലേലൂയ. ജോസഫിനോട് പറയുകയാണ്, എഴുന്നേറ്റ പുരുഷന്മാരുടെ പിന്നാലെ ഓടി ചെല്ലുക. ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോടൊപ്പം നീ എത്തുമ്പോൾ അവരോട് നിന്റെ നന്മയ്ക്ക് പകരം തിന്മ ചെയ്തതെന്ത്? ദൈവ പൈതലേ, ഓടാൻ പറഞ്ഞാൽ നീ ഓടിക്കോണം, പുറപ്പെടാൻ പറഞ്ഞാൽ നീ പുറപ്പെടണം. ഇന്ന് രാത്രിയിൽ ആത്മാവ് പറയുന്നത്, നമ്മോട് ദൈവം ചിലത് പറയുമ്പോൾ അത് ഏറ്റെടുക്കുവാൻ നാം തയ്യാറാകണം. ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ എഴുന്നേറ്റ കുറെ ആൾക്കാരെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് കടക്കാം. യോശുവയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ, നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിച്ച് അവരോട് പറയുക. നിങ്ങൾ ബൈബിൾ എടുക്കുന്നുണ്ടോ? ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് കൊണ്ട് നിങ്ങൾ ബൈബിൾ എടുത്ത് അങ്ങനെ തന്നെയോ നിങ്ങൾ പരിശോധിക്കണം കേട്ടോ. അല്ലെങ്കിൽ റെഫറൻസ് നിങ്ങൾ എഴുതിയിട്ടിട്ട് നിങ്ങൾ പിന്നീടാണെങ്കിലും അത് ചിന്തിക്കണം. ഹല്ലേലൂയ. നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിച്ച് അവരോട് പറയുക, നാളത്തെ നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. എഴുന്നേറ്റവർ തങ്ങളെ തന്നെ ശുദ്ധീകരിപ്പാൻ തയ്യാറാകണം. എന്തിനാണ് ശുദ്ധീകരിക്കുന്നത്? അവിടുത്തെ പദം, ഇസ്രായേലിൽ നിന്റെ നടുവിൽ ഒരു ശാപമുണ്ട്. ഇസ്രായേലെ, നിന്റെ നടുവിൽ ഒരു ശാപമുണ്ട്. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും വരെ ശത്രുക്കളെ മുമ്പിൽ നിൽപ്പാൻ നിനക്ക് കഴിയയില്ല എന്നിങ്ങനെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയാണ് വചനം അവിടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ മുമ്പിൽ ആരുണ്ട്? ഹല്ലേലൂയ, ശത്രുവുണ്ട്, ഒരു ശാപമുണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തി നടക്കാതിരിക്കുന്നില്ല. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, യേശുവിനെ സ്വീകരിക്കുകയും രക്ഷിക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ ശാപം മാറി എന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം. ഹല്ലേലൂയ, അത് ശരി തന്നെയാണ്. പക്ഷേ അശുദ്ധി നമ്മുടെ നടുവിലുണ്ടെങ്കിൽ, പാപം നമ്മുടെ നടുവിലുണ്ടെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, ഇത് നമ്മെ വിട്ടുമാറുകയില്ല. രക്ഷയിലേക്ക് വരുമ്പോൾ നാം പൂർണ്ണരായി എന്നൊരു തോന്നൽ നമുക്കുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഒരു കാലത്ത് നാം വിട്ടുവന്ന, ഒരു കാലത്ത് നമ്മൾ ഉപേക്ഷിച്ച, അല്ലെങ്കിൽ നാം വിട്ടുകളഞ്ഞു വന്നതായ ഹല്ലേലൂയ പല വിശ്വാസ മാർഗങ്ങളിൽ അടിയുറപ്പ് വെച്ചിരുന്നതായ ചില വിശ്വാസത്തിന്റെ ഹല്ലേലൂയ, സ്തോത്രം, മൂല്യമായ ചില ദൈവിക അല്ലെങ്കിൽ പൈശാചികമായ ചില സത്യങ്ങൾ നമ്മെ പിന്തുടർന്നു കൊണ്ടിരിക്കുകയാണ്. എന്താ പിന്തുടരുക എന്ന് പറഞ്ഞാൽ, നാം മുൻപോട്ട് പോകും തോറും നമ്മുടെ നിഴലുകളെ അവൻ ദൂരവേ ആരായുകയാണ്. എന്തിനാണ്? ഈ പാപവും വിശുദ്ധിയും ഹല്ലേലൂയ ഹല്ലേലൂയ, സ്തോത്രം, തമ്മിൽ വളരെ വളരെ വൈരുദ്ധ്യം അറിയിക്കുന്നതാണ്. പാപം ഉള്ളിടത്ത് വിശുദ്ധിക്ക് സ്ഥാനമില്ല, വിശുദ്ധി ഉള്ളിടത്ത് പാപത്തിന് സ്ഥാനമില്ല. അങ്ങനെയെങ്കിൽ ഈ പാപം ചെയ്യുന്ന ഒരു വ്യക്തി വിശുദ്ധി നഷ്ടപ്പെട്ട് മുൻപോട്ട് വരുമ്പോൾ ഈ പിശാചിന് നമ്മെ തകർക്കുവാൻ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ശത്രുവിന് നിന്റെ മുമ്പിൽ നിൽപ്പാൻ നിനക്ക് കഴിയുകയില്ല. ഹല്ലേലൂയ. അപ്പോൾ ശത്രുക്കളുടെ മുമ്പിൽ നാം പരാജയപ്പെട്ടു പോകുന്നതിന്റെ അതിപ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ജീവിതത്തിൽ ചില ക്രമീകരണങ്ങൾ ചെയ്യണം. ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടത് ഏറ്റെടുക്കണം. ദൈവസന്നിധിയിൽ ഏറ്റുപറയേണ്ടതിനെ ഏറ്റുപറയണം. ദൈവത്തോട് നിരപ്പ് പ്രാപിക്കേണ്ടതിനെ നിരപ്പ് പ്രാപിക്കണം. അങ്ങനെ അല്ല എങ്കിൽ, പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്, നാം ഇരിക്കുമ്പോൾ തന്നെ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ വാഹനത്തിനകത്ത് മറ്റു രണ്ട് സഹോദരങ്ങൾ, അവരുടെ കുടുംബങ്ങളുമുണ്ട്. അപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കോമൺ ഫാക്ട് ആണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, അത് നമ്മുടെ യാത്രയ്ക്ക് മുമ്പിൽ വെളിപ്പെടുവാനുള്ള അനുഗ്രഹത്തിന്റെ തടസ്സമാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ സൗഹൃദ ബന്ധത്തിനിടയിൽ, നിന്റെ കുടുംബ ജീവിതത്തിനിടയിൽ, അല്ലെങ്കിൽ സഹോദരന്മാർ തമ്മിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ നമ്മുടെ സംസാരിക്കുന്ന പല വാക്കുകളും യേശുവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, പലപ്പോഴും വിടുതലിന് തടസ്സമായി വ്യാപരിക്കുന്നു. ഇതെന്ത്
എന്തുമാത്രം ഹല്ലേലൂയ ഹല്ലേലൂയ കർക്കശമായ ഒരു ദൈവവചനമാണ് ദൈവദാസൻ പറയുന്നത്. ദൈവമക്കളെ, അരുതാത്ത ഒരു കാര്യം പറയുമ്പോൾ നിന്റെ അകത്ത് ആദ്യം ആത്മാവ് ഓർപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യതയുണ്ട്. അരുത് എന്ന് പറയുന്നത്. ഇന്ന് രാത്രി അതിനെ അവഗണിച്ച് കാഴ്ചവർ എടുത്തു വെക്കാൻ തയ്യാറായാൽ ഹല്ലേലൂയ പദം ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ സ്തോത്രം. ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ നിനക്ക് കഴിയുകയില്ല. ശത്രുക്കളുടെ മുമ്പിൽ പരാജയപ്പെടുന്നത്, ശത്രുക്കളുടെ മുമ്പിൽ തകർന്നു പോകുന്നത്, ശത്രുക്കളുടെ മുമ്പിൽ നിരാശപ്പെടുന്നതിന്റെ കാരണം ജീവിതത്തിൽ ക്രമീകരിക്കേണ്ടതിനെ ക്രമീകരിച്ചു കടന്നു വരുവാനിടയായി തീരണം. ഹല്ലേലൂയ. ഈ പദം ഞാൻ ഇത്രയും വായിച്ചത്, ഈ വാക്യങ്ങൾ ഞാൻ ഇത്രയും പറഞ്ഞത്, ഹല്ലേലൂയ സ്തോത്രം, നമുക്ക് വേണ്ടി ദൈവം ചില തരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. യോശുവ 3:5 വായിക്കുമ്പോൾ അവിടെ ശുദ്ധീകരണത്തിന്റെ ഒരുപാട് കാരണങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ പറയുന്നു, പിന്നെ യോശുവ ജനത്തോട് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, യഹോവ നാളെ നിങ്ങളുടെ നടുവിൽ എന്ത് ചെയ്യും? അതിശയം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. ഈ അതിശയം എന്ന് പറഞ്ഞത് ഒരു വലിയ വിഷയമാണ്. ഹല്ലേലൂയ. അതിശയം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഒരു അതിശയത്തിന് വേണ്ടിയായിരിക്കുന്നത്. പ്രിയ ജോയ്സിന്റെ ജീവിതത്തിൽ നോക്കിയാൽ ഒത്തിരി അതിശയം അനുഭവിച്ചിട്ടുള്ളവളാ. എനിക്ക് പ്രിയപ്പെട്ട സഹോദരി അറിയാം. ഹല്ലേലൂയ. ഞാൻ ഒത്തിരി ചേർത്ത് പിടിക്കുന്ന ഒരു പ്രിയപ്പെട്ടവളാ. ഹല്ലേലൂയ സ്തോത്രം. പ്രിയപ്പെട്ട മോളോടൊത്ത് ഞാൻ അയർലൻഡിലായിരുന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, അമ്മയോടുള്ള സ്നേഹവും വാത്സല്യവും ഒക്കെ ഞാൻ മോളോട് അവിടെ എനിക്ക് ചെലവഴിപ്പാൻ ഇടയായി തീർന്നു. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ, ഈ അതിശയം കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവസന്നിധിയിൽ ശുദ്ധീകരിക്കാൻ തയ്യാറായാൽ ഹല്ലേലൂയ സ്തോത്രം. എന്റെ സഹോദരിയുടെ ബെഡേ കയറി കിടന്നിട്ട് ജോയ്സ് പറഞ്ഞതാ, എന്നെ അങ്ങ് എടുത്തു, എന്റെ സഹോദരി ഷീബായെ അങ്ങ് വിട്ടേക്കാൻ പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. രണ്ടുപേർക്ക് ഒരേ കാലയളവിലെ ക്യാൻസർ വന്ന്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഹല്ലേലൂയ ജോയ്സിന്റെ ഒരു ഭീകര ദുരന്തമൊക്കെ എന്റെ മനസ്സിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ഞാൻ എപ്പോഴും പറയാറുണ്ട്, മറ്റൊരാൾക്ക് വേണ്ടി തന്റെ പ്രാണനെ പോലും കൈമാറാൻ ഹല്ലേലൂയ ആ കാലയളവിൽ പ്രിയപ്പെട്ടവരുടെ ഉള്ളിലൊരു വാഞ്ച ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ സഹോദരിയെ കർത്താവ് നിത്യതയിലേക്ക് ചേർത്തു. ഹല്ലേലൂയ സ്തോത്രം. പ്രിയപ്പെട്ടവളെ കർത്താവ് ഹല്ലേലൂയ ലോകത്തിൽ സാക്ഷിയാക്കി നിർത്തി. ഇതിന്റെ പിന്നിലെ കാരണമെന്ന് പറയുന്നത് ഹല്ലേലൂയ ജനത്തോട് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും. ആർക്കും പറയാൻ കഴിയാത്ത, ആർക്കും ചെയ്യാൻ കഴിയാത്ത, മാതാപിതാക്കൾ നമ്മളെ കൈവിടുമ്പോൾ, ദേശം നമ്മെ കൈവിടുമ്പോൾ, പ്രിയപ്പെട്ടവർ നമ്മളെ കൈവിടുമ്പോൾ, ഒരു പ്രതീക്ഷയുമില്ല എന്ന് ഹല്ലേലൂയ നാം വിധി എഴുതുന്ന ചില സന്ദർഭങ്ങളുടെ നടുവിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നാം നമ്മെ തന്നെ ശുദ്ധീകരിപ്പാൻ തയ്യാറായി തീർന്നാൽ, ദൈവവചനത്തോട് ഏകീഭവിക്കാൻ തയ്യാറായി തീർന്നാൽ, ആത്മനിറവോട് ഞാൻ കൈമാറട്ടെ, നമ്മുടെ മുമ്പിൽ മാറാത്ത പർവ്വതങ്ങളില്ല, നമ്മുടെ മുമ്പിൽ ഉടയാത്ത കുന്നുകളില്ല, നമ്മുടെ മുമ്പിൽ തുറക്കാത്ത വാതിലുകളില്ല. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം മാറാത്ത ഏത് വിഷയവുമായി ഇന്ന് രാത്രികാലം നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുന്നു. ആ മേഖലയിലേക്ക് ആത്മാവിന്റെ കര അത്ഭുതമായി ചിലരെ തൊട്ട് ഇന്ന് ആശീർവദിച്ച് അനുഗ്രഹിച്ചയക്കുന്ന ഒരു രാത്രിയാണ്. പ്രൈസ് ദി ലോർഡ്. ഉടമന വൈശരാധകൽക്കനാഥനാഥരഘടകസിയ. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട സൂസന് അവക്ക് പാടുവാനായിട്ട് കഴിയുന്ന വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടായി. വല്ലാത്ത അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ അവൾ ഉറക്കത്തിൽ നാക്കെ കടിക്കുക. നാക്കെ കടിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, പപ്പാ എനിക്ക് പാടാൻ പറ്റുന്നില്ല, എന്റെ നാക്ക് വഴങ്ങുന്നില്ല. ഞാൻ പറഞ്ഞു, കൊച്ചേ നിനക്ക് ഹല്ലേലൂയ ലോകം മുഴുവൻ പാടി അനേകരെ ആശ്വസിപ്പിക്കാനായിട്ട് ദൈവം നിന്നെ വിളിച്ച് വേർതിരിച്ചതാ. ഹല്ലേലൂയ സ്തോത്രം. പപ്പാ എനിക്ക് പാടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. ഞാന് വളരെ വിഷമിച്ചു. ഹല്ലേലൂയ സ്തോത്രം. എന്റെ പരിചയക്കാരൊക്കെ പറഞ്ഞു, ഈ നാക്കിലുണ്ടാകുന്ന മുറിവൊക്കെ വലിയ വിഷയങ്ങളാ. ഹല്ലേലൂയ. അവള് ഹല്ലേലൂയ സ്തോത്രം മരുന്നിൽ ഡോക്ടർമാരെ കാണണമെന്ന് പറഞ്ഞു. ഡോക്ടർമാരൊക്കെ എന്നോട് ഒത്തിരി കാര്യങ്ങൾ മറ്റു രീതിയിലൊക്കെ പറഞ്ഞു. ഞാൻ ഹല്ലേലൂയ ഞങ്ങൾ പ്രാർത്ഥനാ മുറി കയറി അത് പ്രാർത്ഥിപ്പാനിടയപ്പോൾ അന്ന് ഞാൻ സൂം മീറ്റിംഗിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് സൗദിയിലുള്ള ഹല്ലേലൂയ സഹോദരി സൂസനെ വിളിച്ചിട്ട് പറഞ്ഞു, ഹല്ലേലൂയ പ്രിയ സൂസ, ഹല്ലേലൂയ സഹോദരി, എനിക്ക് ഇതുപോലൊരു വേദനയുണ്ട്. ഹല്ലേലൂയ വാസോട് പറയണം, പ്രാർത്ഥിക്കണം. അതിനേക്കാട്ടിൽ വലിയൊരു വിഷയമായിട്ട് ഇവിടെ ഇരിക്കുക. അവിടെ ഇത് ഹല്ലേലൂയ സ്തോത്രം ഇതുപോലുള്ള പ്രശ്നങ്ങളാണ്. ദൈവമക്കളെ, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നമ്മളോട് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ പ്രശ്നങ്ങളാ വലുതെന്ന്. ഹല്ലേലൂയ ഞങ്ങൾക്കൊരു സന്തോഷം തോന്നി. ഹല്ലേലൂയ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനിടയായി. ഇന്ന് രാത്രിയിൽ ഇന്ന് സന്ധ്യാസ്തമയം ഞാൻ പറയട്ടെ, ഹല്ലേലൂയ സ്തോത്ര, ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ ഇവക്കും വിടുതൽ കിട്ടി, അവിടെ പ്രാർത്ഥിച്ച അവർക്കും വിടുതൽ കിട്ടി. അതിന്റെ കാരണം എന്നാണെന്നറിയാമോ? എന്റെ ദൈവം വിടുവിക്കുന്ന ദൈവമാണെന്ന് അകത്ത് നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ നമ്മളത് ഏറ്റെടുത്ത് പറയുവാൻ തയ്യാറായി
തീർന്നാൽ നമ്മളും സൗഖ്യമാകും, ഏറ്റെടുത്ത വിഷയവും വിടുതലാകും. അത് സാത്താൻ കൊണ്ടിരുന്ന വലിയ തന്ത്രമാണ്. കാരണം എന്നാണെന്നറിയാമോ? നിനക്ക് വിടുതൽ തരാൻ ദൈവത്തിന് കഴിയത്തില്ല, പിന്നെങ്ങനെയാണ് നീ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ഇന്ന് സന്ധ്യാസമയം ഞാൻ ദൂത് പറയട്ടെ, നമ്മുടെ വിഷയത്തിന് പരിഹാരം തന്നില്ലെങ്കിലോ അവരുടെ വിഷയത്തിന് പരിഹാരം കൊടുക്കാൻ എന്റെ ദൈവം വിശ്വസ്തനാണെന്ന് ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ അത്തരങ്ങളെ തുറന്ന് സ്വർഗത്തേക്ക് നോക്കിക്കൊണ്ട് അപ്പ എന്ന് വിളിക്കുമ്പോൾ തന്നെ അവർക്ക് വിടുതൽ പ്രാപിക്കുന്നു. അതേ മാത്രയിൽ വേദന ചുമന്നുകൊണ്ടിരുന്ന പ്രിയ സഹോദരി, നിന്റെ വിഷയത്തിനു ആത്മാവ് വിടുതൽ നൽകുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോശുവ പറഞ്ഞത്, യോശുവ ജനത്തോട് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ ഒരു അതിശയം പ്രവർത്തിക്കൂ. അതിശയം എന്ന് പറയുന്ന അർത്ഥം നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത, സങ്കല്പിക്കാൻ കഴിയാത്ത, ഭാവിക്കാൻ കഴിയാത്ത, രൂപകൽപ്പന ചെയ്യാൻ കഴിയാത്ത മേഖലകളിലേക്ക് ദൈവത്തിന്റെ കരം ഇടപെടുമെന്നാണ് അവിടെ വായിച്ചത്. ഹല്ലേലൂയ, സ്തോത്ര. വിലാപങ്ങളുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ 40, 41, 3 വായിച്ചു വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, നാം നമ്മുടെ നടപ്പാരാഞ്ഞ് ശോധന ചെയ്ത് യഹോവയുടെ അടുക്കലേക്ക് തിരിയുക. ഹല്ലേലൂയ. അത് വളരെ ശ്രദ്ധേയമാണ്. നാം നമ്മുടെ നടപ്പ് ആരായണം. ഈ നടപ്പിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെല്ലാവരും ആവശ്യങ്ങൾക്ക് പോകേണ്ടവരാ. പക്ഷേ ഹല്ലേലൂയ, ദൈവവചനം പറയുന്നു, എന്റെ നടപ്പ് നിന്റെ കാൽ ചുവടുകളിൽ തന്നെ ആയിരുന്നു. ഹല്ലേലൂയ. ഇവിടെ വിലാപങ്ങൾ പറയുന്നത് നാം നമ്മുടെ നടപ്പ് ആരായണം. നാം നമ്മുടെ നടപ്പ് ആരായണം. ആരായുക മാത്രമല്ല, നാം നമ്മുടെ നടപ്പിനെ എന്ത് ചെയ്യണം? ദൈവമേ, വളരെ വ്യക്തമായ എക്കോ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് തോന്നല്ലോ. ഒരു ഫോൺ അങ്ങ് സൗണ്ട് ഓൺ സൂസന്റെ ഫോൺ ഓഫ് ചെയ്ത് വെച്ചാൽ. ശ്രദ്ധിക്കുക, ഇവിടെ ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത് നമ്മുടെ നടപ്പ് വളരെ വ്യക്തമായി നാം തിരിച്ചറിയേണ്ടവരാണ്. ഞാൻ പറയുന്നത് എക്കോ വരുന്നു. ഓക്കെ, വിലാപങ്ങൾ 3-ാം അധ്യായം 40, 41 വാക്യം വായിക്കുമ്പോൾ നാം നമ്മുടെ നടപ്പ് ആരാഞ്ഞ് ശോധന ചെയ്ത് യഹോവയുടെ അടുക്കലേക്ക് തിരിയണം. തിരിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോക്ക് ഇപ്പം എങ്ങനാണെന്നൊന്ന് ആരായണം. സ്തോത്രം. ഞാൻ ഈ ദൈവനെ സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചില ആഴങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോകാറുണ്ട്. സ്തോത്രം. ഈ നമ്മൾ ഒരു പ്രവാചകനും ഒരു പ്രവാചകയുടെ ആവശ്യമില്ല. നമ്മളെ മുട്ടുമടക്കി ദൈവസ്ഥനിൽ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മൾ ആരാണെന്ന് കറക്റ്റ് അറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ ഭാവിയിൽ വെളിപ്പെടാനുള്ള കാര്യം വല്ലതും ഉണ്ടേ പ്രവാചകന്മാരുടെ ആവശ്യമുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഇന്ന് പകൽ എവിടൊക്കെ നടന്നു, എന്തൊക്കെ പറഞ്ഞു, ദൈവഹിതമില്ലാത്ത എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് ഒരു പ്രവാചകനും മുന്നറിയിപ്പ് നൽകേണ്ട ആവശ്യമില്ല. നമുക്കറിയാം. പക്ഷേ ഭാവിയെ കുറിച്ച് വെളിപ്പെടുത്താൻ ദൈവാലോചനയും ദൈവദാസന്മാരും നമുക്ക് ആവശ്യമാണ്. അല്ലെങ്കിൽ പ്രവചനം നമുക്ക് ആവശ്യമാണ്. എന്നാൽ ഇവിടുത്തെ ദൂത് നിങ്ങൾ ശ്രദ്ധിക്കണം. യിരെമ്യാ പ്രവാചകൻ കണ്ണുനീരുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം, എഴുതുന്ന പ്രവചന പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് നാം നമ്മുടെ നടപ്പാരാഞ്ഞ് ശോധന ചെയ്ത് യഹോവയുടെ അടുക്കലേക്ക് എന്ത് ചെയ്യണം? തിരിയണം. നാം നമ്മുടെ കൈകളെയും ഹൃദയത്തെയും സ്വർഗസ്ഥനായ ദൈവത്തിങ്കലേക്ക് ഉയർത്തുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നടപ്പ്, നമ്മുടെ കയ്യ്, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം, ഇതൊക്കെ ദൈവത്തിന് ആവശ്യമാണ്. എന്തിനാണ് ദൈവത്തിന് ആവശ്യമായത്? ഒരു കാലത്ത് എഴുന്നേൽക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ എഴുന്നേറ്റവരാണ്. ദൈവത്തോടുകൂടെ പുറപ്പെടാൻ പറഞ്ഞപ്പോൾ നമ്മൾ പുറപ്പെട്ടവരാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മെ കൊണ്ട് ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ കാലുകളും കൈകളും ഹൃദയവും ഒക്കെ ദൈവത്തിന് ആവശ്യമാണ്. അങ്ങനെ നമ്മൾ തയ്യാറായാൽ ദൈവത്തിന്റെ
ആത്മാവ് പറയുന്നത് ദൈവം നമ്മളോട് സംസാരിപ്പാനിടയായി തീരും. അവൻ നമ്മളോട് സംസാരിപ്പാനിടയായി തീർന്നാൽ, ദൈവം നമ്മെ വിളിപ്പാനിടയായി തീർന്നാൽ, ആദ്യത്തെ ചോദ്യമാണ്, ദൈവമേ എന്തിനാണ് എന്നെ വിളിച്ചത്? ഹല്ലേലൂയ. ചോദിക്കുന്ന പലരും എന്തിനാണ് എന്നെ വിളിച്ചത്? ഒന്ന്, ഹല്ലേലൂയ, ചിലത് ദൈവത്തിങ്കൽ നിന്ന് നിങ്ങൾ പ്രാപിക്കാനായിട്ട് ദൈവം നമ്മെ വിളിച്ചു. ഒന്നാമത് നമ്മെ വിളിച്ചത്, എഴുന്നേൽക്കാൻ പറഞ്ഞത്, ഒരുമിച്ച് പുറപ്പെടാൻ പറഞ്ഞത്, ചിലത് നമ്മൾക്ക് തരാനാണ് ദൈവം വിളിച്ചത്. ഹല്ലേലൂയ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, യേശുവിനെ യാഥാർത്ഥ്യമായി കണ്ടുമുട്ടിയതിന് ശേഷം യേശുവിന്റെ പേരിൽ ലഭിച്ചത് എന്തൊക്കെയാണെന്ന് ഒന്ന് വിലയിരുത്തി ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഹല്ലേലൂയ. യേശുവിന്റെ വിളി കേട്ട് പുറകെ പോയവർ, ആരെങ്കിലും ആ വിളി കേട്ട് എന്റെ വഴി പാഴായെന്ന് പറയാൻ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തെയും കാലുകളെയോ അവരുടെ കൈകളെയും ശുദ്ധീകരിക്കാൻ ഓർമ്മപ്പെടുത്തുക. അല്ലാത്ത വിളി കേട്ടവരാരും പരാജയപ്പെട്ടിട്ടില്ല. 100% പ്രാഗൽഭ്യത്തോടെ എന്റെ ദൈവത്തെ ഉയർത്തി കാണിപ്പാൻ എനിക്ക് കഴിയൂ. എന്റെ ദൈവമേ, അങ്ങ് എന്നെ വിളിച്ചതിനായി ഞാൻ നന്ദി പറയുന്നു. അങ്ങയുടെ ശബ്ദം കേട്ട് അങ്ങയുടെ പുറപ്പെട്ടതിനായി എല്ലാം വിട്ട് എല്ലാരെയും ഭയപ്പെടാതെ അങ്ങയുടെ കൂടെ ഇറങ്ങി തിരിച്ചതിനായി ഞാൻ നന്ദി പറയുന്നപ്പോ. കാരണം എന്താണ്? അർഹതയില്ലാത്ത സ്ഥാനത്ത് ചിലത് എന്റെ മേൽ നൽകാൻ എന്റെ ദൈവം എന്നെ വിളിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വിളിച്ചത് എന്നെ ചിലത്, ഹല്ലേലൂയ, ദൈവത്തിങ്കൽ നിന്ന് പ്രാപിപ്പാൻ. അടുത്തത്, ദൈവത്തിന് ചിലത് എന്നെ ഏൽപ്പിപ്പാനുണ്ട്. ഈ പ്രാപിക്കുകയും ഏൽപ്പിക്കുകയും ചെയ്യുന്ന രണ്ടും രണ്ടാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏൽപ്പിക്കുന്നത് എല്ലാവരെയും ദൈവം എല്ലാം ഒന്നും ഏൽപ്പിക്കത്തില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ ഇന്നലെ വാഹനം ഓടിച്ചുകൊണ്ട് ഒരു 300 കിലോമീറ്റർ ദൂരെയാണ് ഒരു മിനിസ്ട്രിക്ക് പോയത്. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ ഹല്ലേലൂയ മിനിസ്ട്രിക്ക് ചെല്ലുന്ന സമയത്ത് ഞാൻ ഹല്ലേലൂയ ഇങ്ങനെ ഓർപ്പാനുണ്ട്. ഞാനൊരു 4 ആഴ്ച മുമ്പാണ് അവിടുത്തെ പ്രവർത്തനം ആരംഭിച്ചത്. എപ്പിസോഡ് ഒമാൻ റീജന്റെ ഉത്തരവാദിത്വം എനിക്കായതുകൊണ്ട് പുതിയ പുതിയ പ്രവർത്തന മേഖലകൾ ആരംഭിക്കുകയാണ്. അങ്ങനെ ആരംഭിച്ചപ്പോൾ ഞാൻ ഹിന്ദി മീറ്റിംഗ് ആണ് അവിടെ തുടങ്ങിയത്. അപ്പോൾ എന്നോട് ചോദിക്കും, ഹല്ലേലൂയ, സ്തോത്രം, ഷാജി പാസ്റ്റർ ഹിന്ദി നല്ലപോലെ സംസാരിക്കുമെന്ന് ചോദിക്കും. പക്ഷേ ഞാൻ പ്രസംഗിച്ചിറങ്ങുമ്പോൾ എന്റെ സഹോദരങ്ങൾക്കെല്ലാം മനസ്സിലാകും. ഹല്ലേലൂയ. അതാണ് ഹല്ലേലൂയ ഹിന്ദി മീറ്റിംഗിന്റെ ഒരു ഗുണം. ഹല്ലേലൂയ. അവര് പ്രാർത്ഥിക്കാൻ വരും, രോഗികൾ സൗഖ്യമാകും, അവിടെ വലിയ വിടുതൽ നടക്കും. 5 പേര് കൂടി ഹല്ലേലൂയ 4 ആഴ്ച മുമ്പ് തുടങ്ങിയ ഒരു മീറ്റിംഗിൽ ഹല്ലേലൂയ ഇന്നലെ ഞാൻ ചെന്നപ്പോൾ 25 പേരിൽ കൂടുതൽ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ആ ഒരു മീറ്റിംഗിന് വേണ്ടി 300 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് ഹല്ലേലൂയ 3.5 മണിക്കൂർ യാത്ര ചെയ്ത് ഞാനും എന്റെ ഭാര്യ അവിടെ ചെല്ലുമ്പോൾ എന്റെ ദൈവത്തിനറിയാം, ഇവനെ ചിലത് ഏൽപ്പിച്ചാൽ എനിക്ക് പ്രയോജനമാകും. ഹല്ലേലൂയ. ദൈവം പലതും പലരെയും ഏൽപ്പിച്ചിട്ടുണ്ട് ദൈവമക്കളെ. പക്ഷെ വ്യാപാരം ചെയ്യാൻ പലർക്കും കഴിയത്തില്ല. ദൈവം ചിലത് നാളുകളായി ഏൽപ്പിച്ചിട്ട് ഇന്നും കുഴിച്ചിട്ടിരിക്കുന്ന ചിലരുണ്ട്. ആത്മാവിൽ ദൂത് പറയുക, നീ ഇന്നത് കുഴിച്ചിടാനല്ല, ആത്മാവിൽ നീ അത് വ്യാപാരം ചെയ്യാൻ യേശുവിന്റെ നാമത്തിൽ പുറത്തു വന്നേ പറ്റുകയുള്ളൂ. യേശു നിന്നെ ഏൽപ്പിച്ചത് അത് കുഴിച്ചിട്ട് മൂടി വെച്ച് അത് ഹല്ലേലൂയ തുരുമ്പ് പിടിപ്പിക്കാനല്ല, പിന്നെയോ യേശുവിന്റെ നാമത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ എന്നെ വിളിക്കണം. ഹല്ലേലൂയ. എന്റെ മമ്മിക്ക് ഏകദേശം 80 വയസ്സാകാറായി. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നീങ്ങ് വാടാ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. നീങ്ങ് വാടാ, ഞാൻ ഒറ്റയ്ക്ക്. ഞാൻ പറഞ്ഞു, അമ്മേ ഒറ്റ ഫോൺ കോൾ ചെയ്താൽ അമ്മയുടെ അടുക്ക ഞാനുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ എന്നെ ഏൽപ്പിച്ച ചില ഉത്തരവാദിത്വമുണ്ട്. അതെനിക്ക് കണക്ക് പറഞ്ഞ് ഇടപാട് തീർക്കാതെ എനിക്ക് അങ്ങോട്ട് മാറാൻ പറ്റത്തില്ല. അമ്മ ഇന്ന് രാത്രി വിളിച്ചാൽ നാളെ ഞാൻ അമ്മയുടെ അടുത്തുണ്ട്. പക്ഷേ ഹല്ലേലൂയ ഉത്തരവാദിത്വം ഇത് കൈമാറാതെ എനിക്ക് ഇവിടെ എത്താൻ കഴിയത്തില്ല. കാരണം എന്നാന്നറിയാമോ? അമ്മേനോട് പറഞ്ഞു, ഹല്ലേലൂയ അമ്മയ്ക്ക് 79-80 വയസ്സെടുക്കാറ്. ഹല്ലേലൂയ. മോനെ കേൾക്കാമോ? രക്തത്താലും വചനത്താലും ചെയ്യും, രക്തത്താലും വചനത്താലും ചെയ്യും. ഹല്ലേലൂയ. കേൾക്കാം, കേൾക്കാം. കേൾക്കാം. കേൾക്കാമോ? നന്നായിട്ട് പ്രൈസ് ദി കേൾക്കാം. ലോർഡ്.
എന്റെ അമ്മ എന്നോട് പറയുന്നത്, മോനെ ഹാലേലിയ സ്തോത്രം, ശരിയാ, ഹാലേലിയ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ വേദന തോന്നും, പക്ഷേ ഹാലേലിയ സ്തോത്രം. എന്റെ അമ്മയോട് പറഞ്ഞു, കുഴപ്പമില്ല, ആരോഗ്യം എനിക്ക് ദൈവം തരുന്നുള്ളൂ. ഞാൻ പറഞ്ഞു, അമ്മേ, ഞാൻ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നത് കൊണ്ട് അമ്മയ്ക്ക് ദൈവം ആരോഗ്യം അവിടെ തരിക. ഹല്ലേലൂയ, ഹാലേലിയ. കാരണം എന്നാന്നറിയാമോ? ദൈവത്തിന് അറിയാം, ഹാലേലൂയ, എന്നെ അല്ലാതെ ഹാലേലിയ വേറൊരാളെ കണ്ടെത്തും വരെ എന്റെ ദൈവത്തിന്റെ ശബ്ദത്തിന് ഞാൻ ഇവിടെ കീഴ്പ്പെട്ടേ പറ്റുകയുള്ളൂ. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ആത്മനിയോഗത്തോടെ ഞാൻ ദൂത് വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ സ്തോത്രം. ദൈവം നമ്മെ ചിലത് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ഒന്നും എല്ലത് ഏൽപ്പിക്കത്തില്ല. ചിലർക്ക് സമ്പത്ത് കൊടുക്കും, മനസ്സ് കൊടുക്കത്തില്ല. ചിലർക്ക് മനസ്സ് കൊടുക്കും, സമ്പത്ത് കൊടുക്കത്തില്ല. എന്നാൽ ഇത് രണ്ടും കൂടെ ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് വേണ്ടി വ്യാപാരം ചെയ്യാൻ ഹൃദയത്തിനകത്ത് ഒരുക്കമുള്ള ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ദൈവം നിന്നെ കൈവിടുകയില്ല. ചെയ്യും. ഹല്ലേലൂയ. സിസ്റ്റർ ജോയ്സ്, എനിക്ക് ഇവിടെ നെറ്റിന്റെ എന്തോ ഇഷ്യൂ ഉണ്ടോ തോന്നുന്നു. കറക്റ്റായി കേൾക്കുന്നുണ്ടോ? കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ദൈവം നമ്മെ ഏൽപ്പിച്ചത് അല്പമായിരിക്കാം, ദൈവം നമ്മെ ഏൽപ്പിച്ചത് വളരെ പരിമിതി ഉള്ളതായിരിക്കാം. പക്ഷേ മനസ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, കേക്കാൻ വയ്യ. ഇപ്പൊ കേക്കാൻ വയ്യ. ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുവാൻ അല്ല ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് പറയുന്നത്, ഹല്ലേലൂയ, ദൈവത്തിന്റെ ഹിതപ്രകാരം, ദൈവത്തിന്റെ വചനപ്രകാരം ഓടുവാൻ എന്നെ പ്രാപ്തനാക്കണമേ എന്നാണ്. ഹല്ലേലൂയ. ഇവിടെ വചനം പറഞ്ഞത്, ചിലത് പ്രാപിപ്പാൻ വേണ്ടി നമ്മളെ വിളിച്ചു, രണ്ടാമത് ചിലത് ഏൽപ്പിക്കാൻ നമ്മളെ വിളിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ദൈവവചനം നൽകിയിടത്ത്, ദൈവം ഏൽപ്പിച്ചിടത്ത് നാം എത്രത്തോളം വിശ്വസ്തരാണെന്ന് നാം നമ്മെ തന്നെ അറിയണം. ഹല്ലേലൂയ. അങ്ങനെ നാം നമ്മെ തന്നെ ഒന്ന് കാണുവാൻ തക്കവണ്ണം നമുക്കിടയായി തീർന്നെങ്കിൽ മാത്രമേ ദൈവം നമ്മെ വിളിച്ചതിന്റെ ആ പൂർണ്ണത എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഹല്ലേലൂയ ഒരു ദൈവദാസനുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് ഇങ്ങനെ പറയുവാനിടയായി തീർന്നു, കർത്താവിന്റെ ദാസനെ, ഹല്ലേലൂയ, ഞാൻ ഇവിടെയൊന്നും വരേണ്ട ആളൊന്നുമല്ല, പക്ഷേ എനിക്കൊരു പ്രത്യേക കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതെന്താ ദൈവദാസ എന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്, എനിക്ക് 4 പെൺമക്കളാ ഉള്ളത്. 4 പെൺമക്കളെ ഓർത്ത് ഞാൻ ആകുലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവദാസൻ പറഞ്ഞു, വടക്കേന്ത്യക്ക് വരാൻ പറഞ്ഞു. വടക്കേന്ത്യയിലേക്ക് ചെന്നു. ഹല്ലേലൂയ സ്തോത്രം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പാപി ചെല്ലുന്നിടമെല്ലാം പാതാളമാ. പക്ഷേ ഹല്ലേലൂയ ദൈവദാസന് ഹല്ലേലൂയ കിട്ടിയത് മുഴുവൻ തിക്താനുഭവങ്ങളാ. വീട്ടിലെ പരാതി ഒരുപാടുണ്ട്. ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങിത്തിരിച്ച ദൈവദാസൻ ഹല്ലേലൂയ മസ്കറ്റിൽ എന്റെ കൂടെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നപ്പോൾ എന്നോട് പറയുകയാണ്, പക്ഷേ എന്റെ ദൈവം ഹല്ലേലൂയ എന്റെ സാഹചര്യങ്ങളെ ദൂരമേ അറിഞ്ഞു, എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ മാനുഷികമായ ചിന്തയിൽ പലതും അസാധ്യമെന്ന് തോന്നാം. എന്നാൽ ഇന്ന് ദൈവദാസനെ ദൈവം മറ്റൊരു നിലയിലേക്ക് കൊണ്ടുവന്നു. അല്പം വൈകിയാലും ഒരുമിച്ച് പുറപ്പെടാൻ തയ്യാറായാൽ, കർത്താവിന്റെ ശബ്ദം കേൾക്കാൻ നിൽക്കാൻ തയ്യാറായാൽ, ദൈവം നമുക്ക് വേണ്ടി അവസ്ഥകളെ മാറ്റുന്ന ദൈവമാണെന്ന് അരക്കെട്ടുറപ്പിച്ച് ഇന്ന് ഒരു പ്രാവശ്യം കൂടെ ആത്മ ചൈതന്യം ലഭിക്കത്തക്ക നിലവാരങ്ങളിൽ ഈ ദൂത് ഞാൻ കൈമാറുകയാണ്. ഹല്ലേലൂയ. ഇനി എന്തിനാണ് ദൈവം നമ്മെ വിളിക്കുന്നത്? ഹല്ലേലൂയ. എന്തിനാണ് വിളിക്കുന്നത്? ഒന്നാമത് എഴുന്നേൽക്കാനായിട്ടാണ് വിളിക്കുന്നത്. എവിടാണ്, ഏത് സാഹചര്യത്തിലാണ് നാം ആയിരിക്കുന്നത്, അവിടെ നിന്ന് നമ്മളൊന്ന് ലിഫ്റ്റ് ആയാലേ പറ്റത്തുള്ളൂ, അവിടെ നിന്ന് നമ്മളൊന്ന് എഴുന്നേറ്റാലേ പറ്റത്തുള്ളൂ, അവിടെ നമ്മളൊന്ന് പൊങ്ങിയെങ്കിലേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ചിലർക്ക് ചില സാഹചര്യങ്ങൾ ഭയങ്കര സുഖമാ, അവിടെ അങ്ങ് കിടന്നോളും. കർത്താവേ, ഇതെല്ലാം നീ ദൈവം തരുന്ന, പക്ഷേ ദൈവ ശബ്ദം കേട്ടാൽ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ തയ്യാറാകണം. അടുത്തത്, ദൈവം പറഞ്ഞാൽ നീ പുറപ്പെടാൻ തയ്യാറാകണം. ഒറ്റയ്ക്ക് പുറപ്പെടുകയല്ല, ദൈവത്തോടുകൂടെ ഒരുമിച്ച് പുറപ്പെടാൻ
അവിടെ ശമൂവേലിന്റെ പുസ്തകം വായിച്ചപ്പോൾ അവരിരുവരും ഒരുമിച്ച് പുറപ്പെട്ടു എന്നാ പറയുന്നത്. ഇന്ന് പകൽക്കാലം എന്റെ യാത്രക്കിടയിൽ എന്റെ കർത്താവ് എന്റെ കൂടെയുണ്ടോ? എന്റെ യാത്രക്കിടയിൽ ആ ദൈവശബ്ദം ഞാൻ കേൾക്കുന്നുണ്ടോ? ആ യാത്രക്കിടയിൽ ആ ദൈവത്തിന്റെ സാന്നിധ്യം എന്റെ നടുവിലുണ്ടോ? ഹല്ലേലൂയ. ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഒരു പ്രവർത്തനവുമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഹല്ലേലൂയ. ഒത്തിരി പ്രാവശ്യം ജോയ്സ് ആ സാക്ഷി ഒന്നുകൂടെ പറഞ്ഞ് എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കായിട്ട് ഞാൻ പറയുക, വാദിമിൻകാൽ എന്ന് പറയുന്ന സ്ഥലം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2800 അടി ഉയരമുള്ള ഒരു സ്ഥലം. ആരും പോകത്തില്ല സുവിശേഷ വേലയുമായിട്ട്. അപ്പോൾ തിരുവല്ല നിരണംകാരൻ ഒരു സഹോദരൻ എന്റെ അടുത്ത്, എന്റെ ഫാദറിന്റെ കൂട്ടുകാരനാ, വന്നിട്ട് പറഞ്ഞു, പാസ്റ്റേ ഹാലേലൂയ, ഞാൻ പപ്പായെ കാണാനാ വന്നത്, പക്ഷേ പപ്പ തീർത്തു പോയത് ഞാൻ അറിഞ്ഞില്ല. ഹാലേലൂയ, സ്തോത്രം. പപ്പ മരിച്ചത് ഞാൻ അറിഞ്ഞില്ല. ഹാലേലൂയ. അതുകൊണ്ടാ വന്നത്. മോനെ പാസ്റ്റായിട്ടുണ്ടല്ലോ, ഞങ്ങൾ ഇവിടെ ഒരു പുതിയ വലിയ പ്രൊജക്ട് വരുന്നുണ്ട്. ഏകദേശം 600 പേരോടധികം ആ പ്രൊജക്റ്റിലുണ്ട്. ഞാനൊരു ഓട്ടോ ക്യാബിൻ ദൈവദാസിന് തരാം. അവിടെ ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ഭർത്തോമക്കാര്, യാക്കോവക്കാരും തമിഴന്മാര്, ഹിന്ദുക്കൾ കുറെ പേരുണ്ട്. 19 പേരെ കിട്ടും. ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. ദൈവമക്കളെ ശ്രദ്ധിച്ചോണം. ഞാൻ ഇവിടെ നിന്ന് ഹാലേലൂയ, ഞാനും എന്റെ ഭാര്യയും ഹാലേലൂയ, ഞാൻ എന്റെ കുഞ്ഞുങ്ങളുമായിട്ട് ഇവിടുന്ന് അവിടേക്ക് പോവുക. ഏകദേശം 2800 അടി ഉയരം കയറിയിട്ട് താഴേക്ക് ഇറങ്ങണം. ഹല്ലേലൂയ, സ്തോത്രം. 1400 അടി ഉയരത്തിലേക്ക് ഞങ്ങൾ എത്തുക. അതിന്റെ പിന്നിലൊരു കാരണമുണ്ട്. ഹല്ലേലൂയ. ഞങ്ങൾ ആ സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ച് ഹാലേലൂയ സ്ഥലത്തെ നിയോഗിച്ചപ്പോൾ ആ ദേശാധിപതി ശക്തി ഞങ്ങളുടെ നേരെ ഇളകിയിട്ട് പറഞ്ഞു, നിന്നോട് ആര് പറഞ്ഞതാ ഇവിടെ വരാനെന്ന് ചോദിച്ചു. ഹാലേലൂയ. തനി മലയാളത്തിലാണ് ചോദിക്കുന്നത്. ഞാനൊരു മധ്യ തിരുവിതാംകൂറൻ, തിരുവല്ലക്കാരൻ, പത്തനംതിട്ടക്കാരൻ, റാന്നിക്കാരൻ, ചെറുപ്പത്തിൽ എടാബോട എന്ന് വിളിച്ച് വളർന്നവൻ. ഹാലേലൂയ. എന്നോട് ചോദിച്ചു, നിന്നോട് ആര് പറഞ്ഞടാ ഇവിടെ വരാനെന്ന്? നിങ്ങൾ ശ്രദ്ധിക്കണം ദൈവമക്കളെ. ഹല്ലേലൂയ, സ്തോത്രം. യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച അഭിഷിക്തനോട് സമ്പാദിക്കാൻ നീ ആര്? ഹല്ലേലൂയ. ആത്മാവിൽ ഞാൻ തിരിച്ച് ചോദ്യം ചോദിച്ചു. ആ ദേശത്തിന്റെ ആധിപത്യ ശക്തി എന്നോട് പറഞ്ഞു, ഇനിയും നീ ഇവിടെ വന്നാൽ വിവരമറിയും. ഇവിടെ നീ വന്നാൽ ജീവനും കൊണ്ട് നീ തിരിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. ഓൾറെഡി എനിക്ക് അന്നേരം 6 പ്രവർത്തന മേഖലകളുണ്ട്. ഒരാഴ്ചയിൽ ഞാൻ 6 മീറ്റിങ്ങുകൾ ഹല്ലേലൂയ നടത്തുന്ന ആളാ. ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് നിൽക്കാൻ സമയമില്ലാത്തതിനിടയിൽ ഞാനൊരു വെള്ളിയാഴ്ച ഫാസ്റ്റിംഗ് പ്രയർ കഴിഞ്ഞ് ഹല്ലേലൂയ, സ്തോത്രം 4 മുതൽ 6 വരെ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി. ആ ടൈം ഷെഡ്യൂളിൽ മീറ്റിംഗ് ക്രമീകരിച്ചിരിക്കുക. അന്നത്തെ വ്യാഴാഴ്ചത്തെ മീറ്റിംഗ് കഴിഞ്ഞു. ഞാൻ സഭയിൽ അനൗൺസ് ചെയ്തു, നമ്മൾ വാദിബംഗാൽ ടൂറിസം മേഖലയാണ്, അവിടെ നമ്മളൊരു വലിയ പ്രവർത്തനമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അവിടേക്ക് നമ്മൾ ആരംഭിക്കാനായിട്ട് പോകുകയാണ്. പാസ്റ്ററെ, ഞാൻ വരാം, ഞങ്ങൾ വരാം. ഹല്ലേലൂയ. ഒരു 5-6 ഫാമിലിക്കാർ പറഞ്ഞു അവർ വണ്ടിയും കൊണ്ട് വരാം. പാസ്റ്റർ തന്നെ പോട്ടെ, ഞമ്മക്കെല്ലാം വരാമെന്ന് പറഞ്ഞു. എനിക്ക് വലിയ സന്തോഷം തോന്നി. ഒത്തിരി പ്രചോദനം തരുന്ന കുറെ ദൈവമക്കൾ എന്റെ പിന്നിലുണ്ടല്ലോ എന്നുള്ളൊരു വലിയ ഹല്ലേലൂയ ഒരു ആത്മസന്തോഷം എനിക്കുണ്ടായി. ഫാസ്റ്റിംഗ് പ്രയർ കഴിഞ്ഞു. അവരെല്ലാവരും പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി. ഹല്ലേലൂയ. വരാമെന്ന് പറഞ്ഞവർക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു. ഹല്ലേലൂയ. 2 മണി മുതൽ 2:30 വരെ വെയിറ്റ് ചെയ്തു. ആരെയും കണ്ടില്ല. ഏകദേശം 1.25 മണിക്കൂർ യാത്ര കൊണ്ട് അവിടെ ചെല്ലണമെങ്കിൽ ഞാൻ അതിവേഗം ഹല്ലേലൂയ പലരെയും വിളിച്ചപ്പോൾ പലരും ഹല്ലേലൂയ വരാൻ റെഡിയായിരിക്കുക. പലർക്കും പ്രശ്നമായി. എന്താണെന്നറിയാം, ഒരാൾ പറഞ്ഞു, എന്റെ സ്പോൺസറിന്റെ ഒരു പേപ്പർ ഹാൻഡ് ഓവർ ചെയ്യാനുണ്ട്, അത് മേടിച്ചിട്ട് ഉടനെ ഞാൻ തിരിച്ചേക്കാം. ഹല്ലേലൂയ. ഒരു സിസ്റ്റർ പറഞ്ഞു, ഒരു എമർജൻസി കോൾ ഡ്യൂട്ടി വന്നു, അത് ചെയ്തിട്ട് എന്നെ ഹല്ലേലൂയ വിട്ടിട്ട് ഹസ്ബൻഡും പിള്ളേരും അങ്ങ് വരും. പക്ഷേ ഹല്ലേലൂയ എനിക്ക് ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ അപ്പച്ചനും അമ്മച്ചും ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, മോനെ, ഇരുമ്പ് വഴുക്കുമ്പോൾ കൊല്ലനും കൊല്ലത്തീമേ കാണത്തുള്ളൂ. ഹല്ലേലൂയ, മറ്റാരും കാണത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. അതെന്റെ ഉള്ളിൽ കത്തി. ഹല്ലേലൂയ. ഞാൻ ഇവിടുന്ന് ഹല്ലേലൂയ വാഹനത്തിൽ കയറി. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ വാഹനത്തിൽ കയറി ഞാൻ അവിടെ ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ 1400 അടി ഉയരത്തിൽ കയറിയപ്പോൾ ഹല്ലേലൂയ ഒരു വണ്ടി ബ്രേക്ക് പൊട്ടി എന്റെ നേരെ മുന്നോട്ട് വരുന്നു. എന്നെ വിഴുങ്ങാൻ ഭാവത്തിലാണ് വരുന്നത്. എന്നെ കാർന്നു തിന്നാൻ ഭാവത്തിൽ വരുന്നു. ഞാൻ സാധാരണ എന്റെ ഫീൽഡ് ഓട്ടോമൊബൈൽ ഫീൽഡ് ആയിരുന്നത് കൊണ്ട് എനിക്ക് വണ്ടിയുടെ മോഡലുകൾ ഇഷ്ടമാ, മാനുഫാക്ചർ ഇഷ്ടമാ, ഏത് കൺട്രി മേക്ക് ചെയ്തതാണെന്ന് ഞാൻ ശ്രദ്ധിക്കും. മുമ്പിൽ വരുന്ന വലിയ ഭീകരമായ ഒരു ട്രക്ക് വായു പിളർന്ന് വരികയാണ്. അന്ന് ഞാൻ അവിടെ കണ്ട അതേ സത്വം. ഹല്ലേലൂയ. എന്നെ വായു പിളർന്ന് വിഴുങ്ങുവാൻ വരുന്നത് പോലെ ഞാൻ 1400 അടി ഉയരത്തിലേക്ക് കയറുന്നു. അവിടുന്ന് താഴേക്ക് ഈന്തപ്പഴം കയറ്റി വരുന്ന വലിയൊരു വാഹനം. ഹല്ലേലൂയ. എന്റെ വാഹനത്തിനകത്ത് കുഞ്ഞു കുട്ടികൾ അടക്കം ഹല്ലേലൂയ 8 പേർക്ക് സീറ്റ് പെർമിറ്റ് ഉള്ള വണ്ടിയിൽ 17 പേരെ ഞാൻ പായിട്ടടുക്കി വെച്ചു. ലാൻഡ് ക്രൂസർ വാഹനത്തിൽ ഹല്ലേലൂയ ഞെക്കി ഞാൻ അവരെയും കൊണ്ട് കയറ്റം കയറുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം. എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് എന്റെ പ്രാണനെ അപഹരിക്കുന്ന, എന്റെ ലക്ഷ്യത്തിന് വിഘ്നം വരുത്തുന്ന, ദൈവശബ്ദം കേട്ട് ഇറങ്ങിത്തിരിച്ചൊരു അഭിഷിക്തനെയും കുടുംബത്തെയും നടു റോഡില് അവസാനിപ്പിക്കുന്ന പകലിന്റെ ചില
ചില മണിക്കൂറുകൾ ഞങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ടു. ഹല്ലേലൂയ. എന്റെ ഭാര്യ എന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. വണ്ടിയിൽ നിന്ന് കുഞ്ഞുങ്ങൾ അലറാൻ തുടങ്ങി. അതെന്താണ് അലറാൻ തുടങ്ങുന്നതിന്റെ കാരണം? ഒരു ഹെയർപിൻ വളവ് തിരിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഓടിച്ചുകൊണ്ടിരുന്ന പാകിസ്ഥാൻ ഡ്രൈവർ വണ്ടിയിൽ നിർത്തിയാടി. അടുത്തിരുന്നതായി ക്ലീനർ എടുത്തിയാടി. വണ്ടിയുടെ ബ്രേക്ക് നഷ്ടപ്പെട്ടു, അവന്റെ കൺട്രോൾ നഷ്ടപ്പെട്ടു. അവർ പ്രാണരക്ഷാർത്ഥം അവർ വാഹനത്തിൽ നിർത്തിയാടി. ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളെ വിഴുങ്ങാൻ ഭാവത്തിൽ ഈ വാഹനം ഞങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ആലിലെ ദൈവ ശബ്ദം കേട്ട് ഇറങ്ങിത്തെറിച്ച നിന്നെയും എന്നെയോ വഴിയിൽ നശിപ്പിക്കുന്നവനല്ല എന്റെ ദൈവം. ആലയിലെ പ്രവൃത്തിപഥത്തിന്റെ പൂർണ്ണതയിലെത്തിക്കാൻ ആലയിലെ രാപ്പകൽ നമുക്ക് കൂടെയിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു മഹാപുരോഹിതൻ ഉയരത്തിൽ ഉണ്ടെന്നുള്ളത് നാം തിരിച്ചറിയാതെ പോകരുത്. ആലയിലെ വാഹനം വന്നിന്റെ വാഹനത്തിലേക്ക് ഒന്ന് ടച്ച് ചെയ്തു. ആലയിലെ വാഹനം ഒന്ന് കുലുങ്ങി. ഇടത്തുവശത്ത് അഗാധമായ ഗർത്തം. ആലയിലെ ഗർത്തം എന്ന് പറഞ്ഞാൽ ചെറിയ ഗർത്തമല്ല. ആലയിൽ 1400 അടി. ഇതിനു മുമ്പ് പല വാഹനങ്ങൾ അവിടെ ബാരലിൽ തകർന്നിട്ടുണ്ട്. അതിന്റെ സ്കെൽറ്റനുകൾ നമുക്ക് മേളിൽ നോക്കിയാൽ കാണാം. ആലയിലെ മരിച്ചവർ ആൾക്കാരുണ്ട്. അവരെ ഹെലികോപ്റ്റർ എടുത്തുകൊണ്ട് പോകും. ആലയിൽ കേടുപാട് സംഭവിച്ച വാഹനങ്ങൾ അവർ എടുക്കാറില്ല. കാരണം അത് എടുക്കാനുള്ള ചെലവ് വാഹനത്തിന്റെ വിലയെക്കാട്ടിൽ കൂടുതലാകും. അതുകൊണ്ട് അവർ അവിടെ ഉപേക്ഷിച്ചു പോകും. അത് വളരെ താഴ്ചയിലേക്ക് പോകും. എന്റെ വാഹനം എന്ത് ചെയ്തു? ആ നടു റോഡിൽ ഒന്ന് കുലുങ്ങിയിട്ട് നിന്നിട്ട് ഹാലയിലൂയ, ഞാൻ എന്റെ ദൈവമേ ഞാൻ ഇവിടെ അവസാനിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന സന്ദർഭത്തിൽ ഭീമാകാരമായ ഒരു ശബ്ദം ഞാൻ കേട്ടു. എന്റെ കണ്ടസ്വരം ഇടമാർ ഭയങ്കര ഒരു ശബ്ദത്തിലേക്ക് കേട്ടു. പെട്ടെന്ന് ഞാൻ ഒരു പൊടിപടലത്തിനകത്തായി. ഞാൻ വിചാരിച്ചു ഞങ്ങളെല്ലാവരും തീർന്നു. ഹല്ലേലൂയ. ആ വാഹനം ഹാലിൽ തിരിഞ്ഞ് ഒരു ഓപ്പോസിറ്റ് മലക്കിട്ടിയത് ഇടിച്ചിട്ട് ആ നടു റോഡിൽ 3 കരണം മറിഞ്ഞ വാഹനം വീഴുവാനിടയായി തീർന്നു. എന്റെ ദൈവമക്കളെ, ഹാലേലൂയ. അല്പസമയം കഴിഞ്ഞപ്പോൾ ഈ വാഹനത്തിലിരുന്ന കുഞ്ഞുങ്ങൾ ഹാലേലൂയ പാസ്റ്റങ്ങളെ എന്ന് വിളിച്ചു. ഞാൻ എന്റെ കയ്യിൽ തൊട്ടു, എന്നെ തന്നെ തൊട്ടു, എന്റെ ഭാര്യയെ പിടിച്ചു. കുഴപ്പമൊന്നുമില്ല, ഞങ്ങളുടെ കൈ വിറയ്ക്കുകയാണ്, എന്റെ കാല് വിറയ്ക്കുകയാണ്. ഞങ്ങൾ അവിടെ ഇറങ്ങി നിന്നു. എന്റെ ഫ്രണ്ടിൽ നിന്ന് ഈ വാഹനത്തിന് പിന്നിൽ നിന്ന് വാഹനങ്ങൾ, എന്റെ പിന്നിൽ നിന്ന് വന്ന വാഹനങ്ങൾ പലതും ഓടി വന്ന് ഞങ്ങളുടെ വണ്ടിയുടെ ഗ്ലാസ്സിനിട്ട് അടിക്കുകയാണ്. നമ്മൾ ഉണ്ടോ എന്നറിയാൻ. ഹല്ലേലൂയ. ഞങ്ങൾ വണ്ടി തുറന്നിറങ്ങി. നിലത്തിറങ്ങിയിട്ട് ഇങ്ങനെ പാടി, ഫറവോന് ഞാൻ ഇനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ ഇനി അന്യനല്ല. ജീവിതത്തിന്റെ യാത്രയ്ക്ക് മുമ്പിൽ ചെങ്കടൽ സൃഷ്ടിച്ചെന്നിരിക്കാം. ജീവിതത്തിന്റെ യാത്രയ്ക്ക് മുമ്പിൽ ഭീകരമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെന്നിരിക്കാം. എന്നാൽ പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിദൂടായി തന്റെ ജനത്തെ നടത്തിയ ഒരു ദൈവത്തിന്റെ കരുതലുകൾ ഒരു നൂറ്റാണ്ട് കൊണ്ട് അവസാനിച്ചിട്ടില്ല. ഒരു കാലഘട്ടം കൊണ്ട് അവസാനിച്ചിട്ടില്ല. ഒരു കാലത്തിന്റെ കെട്ടുകഥയല്ലത്. ഇന്നും ജീവിക്കുന്ന, ഇന്നും അവന്റെ ശബ്ദം കേട്ട് എഴുന്നേൽക്കുന്ന, ഇന്നും അവന്റെ ശബ്ദം കേട്ട് പുറപ്പെടാൻ തയ്യാറാകുന്ന ദൈവവൈതലേ, നമുക്ക് വേണ്ടി ഹല്ലേലൂയ അവൻ അനുകൂലമായി ഇന്നും നിലകൊള്ളുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ ഉയർത്തി കാണിക്കുന്നത്. എഴുന്നേൽക്കാനുള്ള വിളി, യാത്ര പുറപ്പെടുവാനുള്ള വിളി, രണ്ടുപേരും ഒരുമിച്ച് പുറപ്പെടാനുള്ള വിളി. ഹല്ലേലൂയ. ഇന്ന് സന്ധ്യാസമയം ഹല്ലേലൂയ. ശമൂവേൽ ചെറുപ്രായത്തിൽ ഈ ഒത്തിരി വിളി കേട്ട ആളാ. ഹല്ലേലൂയ സ്തോത്രം. ശമൂവേലിന് വിളി കേട്ടാ നല്ല വ്യക്തമായിട്ട് അറിയാം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. വിളി കേട്ടത് കൊണ്ട് മാത്രമല്ല, വിളിയെ കുറിച്ച് കറക്റ്റ് ബോധ്യമുണ്ട് ശമൂവേലിന്. ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാ വിളിയും വിളിയല്ല. എല്ലാ വിളിയുടെ പുറകെ ശമൂവേൽ പോയില്ല. ഹല്ലേലൂയ. ഉൽപ്പത്തി 22-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ അതിനുശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ച് പറഞ്ഞു എന്തെന്നാൽ, അബ്രാമേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്നവൻ പറഞ്ഞു. ഹല്ലേലൂയ. വിശ്വാസികളുടെ പിതാ അബ്രഹാം. കഴിഞ്ഞ ദിവസം ഞാൻ വചനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറഞ്ഞു. ഹല്ലേലൂയ. അബ്രഹാമിനോട് ദൈവം ഇടപെട്ടു, യാക്കോബിനോട് ഇസഹാക്കിനോട് ദൈവം ഇടപെട്ടു, യാക്കോബിനോട് ദൈവം ഇടപെട്ടു. പക്ഷേ യഹോവ അവരോട് ഇടപെട്ടില്ല. ഇന്ന് രാത്രിയിൽ ആത്മനിയോഗത്തോടെ ഞാൻ പറയാ, ആ മഹാഭാഗ്യം കിട്ടിയവരാ നമ്മള്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ഹല്ലേലൂയ ഈ ഭാഗ്യം കിട്ടിയ നമ്മളാ. കാരണം എന്നാന്നറിയാം, ഒരു വഴി വരെ ഹല്ലേലൂയ പല കരുതലുകളും വിട്ടുപോകുമ്പോൾ നമ്മുടെ കുറവിലെ കണക്കിലെടുക്കാതെ, നമ്മുടെ തെറ്റുകളെ കണക്കിലെടുക്കാതെ ഹല്ലേലൂയ ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് കൈവിടാതെ കരുതുന്ന ഒരു ദൈവത്തെ തിരിച്ചറിയാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളെ, ആത്മാവിൽ ഞാൻ ഓർപ്പിക്കട്ടെ. ഹല്ലേലൂയ. ദൈവം വിളിക്കുന്നതിനൊരു ഉദ്ദേശമുണ്ട്. ദൈവം വിളിക്കുന്നതിനൊരു പരമപ്രധാനമായ കാര്യമുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. ദൈവം അബ്രഹാമിനെ വിളിച്ചത് എന്തിനാണ്? പ്രൈസ് ദി ലോർഡ്.
ചില പ്രതിസന്ധികളിലൂടെ കടത്തിവിടാൻ. ഞാൻ പലപ്പോഴും ഈ ദൂതൊക്കെ വായിച്ചിട്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ദൈവം വിളിച്ചാൽ പ്രതിസന്ധി വരുമോ? ദൈവം വിളിച്ചാൽ പ്രതികൂലം വരുമോ? യെസ്, ഹല്ലേലൂയ. എന്തിനാ പ്രതികൂലം വരുന്നത്? ഹല്ലേലൂയ, നമ്മളെ ഒന്ന് ഷാർപ്പാക്കാനായിട്ടാ, നമ്മളെ ഒന്ന് ഒരുക്കാനായിട്ടാ. ഹല്ലേലൂയ. ഇവിടെ പ്രാർത്ഥിച്ച് ആരംഭിച്ചപ്പോൾ ഒരു ആന്റി ഇപ്പൊ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കഴിഞ്ഞ ആഴ്ച ഭയങ്കര സിവിയർ ആയിരുന്നു, സുഖമില്ലായിരുന്നെന്ന്. ആരാന്ന് എനിക്ക് അറിയത്തില്ല, അല്ലേ? പക്ഷേ ആത്മാവിൽ ദൂത് ഞാൻ കൈമാറാം. നമുക്കൊരു ചെറിയ പ്രശ്നം വരുമ്പോൾ നമ്മൾ ഓർത്തോണം, അടുത്ത് തന്നെ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി നമുക്കുണ്ട്. ഹല്ലേലൂയ. അടുത്ത് തന്നെ ദൈവത്തിന്റെ ഒരു വിടുതൽ നമുക്കുണ്ട്. ഹല്ലേലൂയ. ഈ പ്രതിസന്ധിയിൽ നമ്മൾ നിൽക്കുമോ എന്നറിയാൻ തക്കവണ്ണമാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. ഈ പ്രതിസന്ധിയിൽ നമ്മൾ നിൽക്കുമോ എന്നറിയാൻ. ഞാൻ സൂറിൽ ആയിരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ, അവിടെ ഒരു എഞ്ചിനീയർ ഉണ്ട്, തിരുവനന്തപുരംകാരനായ എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം പുള്ളി വലിയ വലിയ വർക്കുകൾ എടുത്ത് നല്ല ലാഭം അവരുടെ കമ്പനിക്ക് ഉണ്ടാക്കി കൊടുത്ത ഒരു 3-4 വർഷമായിട്ട് അവരുടെ കമ്പനി ഭയങ്കര ലോസിലാണ് പോകുന്നത്. അല്ലെങ്കിൽ ഒരു വർക്ക് എടുക്കും, അപ്പൊ ഏകദേശം ഒരു 10-25 ലക്ഷം 30 ലക്ഷം രൂപ ലാഭം ഉണ്ടെന്ന് പറയും. പക്ഷെ വർക്ക് കഴിയുമ്പോൾ 30 ലക്ഷം രൂപ കടമാ. ഹല്ലേലൂയ. അങ്ങനെ 5-6 വർക്കായപ്പോൾ പുള്ളിക്ക് ഹല്ലേലൂയ 2-3 കോടി രൂപ കടമായി. 60 സ്പോൺസർ ഇദ്ദേഹത്തെ വെറുതെ പുറത്ത് വിടത്തുമില്ല, ഈ കടം വീട്ടാതെ വിടത്തുമില്ല, ആകപ്പാടെ പ്രശ്നമായി. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ അവിടെ കോർട്ടിൽ കേസായി. ഒരു ദിവസം രാത്രി ഇദ്ദേഹത്തിന്റെ വൈഫ് ആത്മഹത്യ ചെയ്യാനായിട്ട് പോയി. അങ്ങനെ രാത്രി 10:30 ആയപ്പോൾ റൂമിനകത്ത് കയറി വാതിലടച്ചു. ഭാര്യ റൂമിനകത്തിരിക്കുക. ഓ പാസ്റ്റേ ഓടിവാ, എന്റെ ഭാര്യയ്ക്ക് അനക്കമില്ല, അവൾ ആത്മഹത്യ എന്ന് പറഞ്ഞ് റൂമിനകത്ത് കയറി ഇറങ്ങുന്നില്ല. ഞാനും എന്റെ ഭാര്യയും കൂടെ ഓടി വിടുന്ന 60 കിലോമീറ്റർ യാത്ര ചെയ്ത് ആ സ്ഥലത്തെത്തി. ആ കഥകിൽ കൊട്ടിയിട്ട് വിളിച്ചു പറഞ്ഞു, സഹോദരി കഥ ഉറക്ക, പാസ്റ്റർ വന്നേക്കുന്നത്, അനക്കമില്ല. ഹല്ലേലൂയ. എല്ലാ പ്രശ്നത്തിനും പരിഹാരം കർത്താവ് തന്നിട്ടുണ്ട്, അതുമായിട്ടാണ് വന്നേക്കുന്നത് പറഞ്ഞു. അന്നേരം ഹല്ലേലൂയ, പാസ്റ്റേ വീട്ടുകാരൻ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറഞ്ഞു വീട്ടുകാരൻ പുറത്തിരിക്കുക. ഹല്ലേലൂയ. ആന്റി ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. എന്നാലും കയറി വരാൻ പറഞ്ഞു. അകത്ത് കയറി വന്ന് ഞങ്ങൾ ആ സഹോദരിയോട് സംസാരിച്ചു. അദ്ദേഹത്തിന് ഏകദേശം ഹല്ലേലൂയ ഇന്ത്യൻ റുപ്പീസ് ഏകദേശം 2 ലക്ഷം രൂപ അടുത്ത് ശമ്പളമുണ്ട്. അദ്ദേഹം ഉണ്ടാക്കുന്ന പൈസ കൂടി ഇദ്ദേഹം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യാതൊരു ഗതിയുമില്ലാതെ കഷ്ടപ്പാടിന്റെ ഹല്ലേലൂയ അങ്ങേയറ്റം പറ്റിയിരിക്കുക. ആത്മഹത്യ അല്ലാതെ യാതൊരു ശ്രമവുമില്ല. ഭർത്താവിന് കേസ് നാളെ നടക്കുക, അതായത് 50 ലക്ഷം രൂപ കോർട്ടിൽ കെട്ടിവെക്കണം. ഹല്ലേലൂയ. ഒരു പരിഹാരവുമില്ല. ആകപ്പാടെ നിരാശയിലായി. ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഒരു രീതി അനുസരിച്ചിട്ട് ദൈവശക്തിയുടെയും ദൈവ തേജസ്സിന്റെയും ഹല്ലേലൂയ, സ്തോത്ര, ഊഷ്മളമായ ഹല്ലേലൂയ സന്തോഷം ഞാൻ അനുഭവിക്കുന്നത് കൊണ്ട് എന്റെ നാവിലൂടെ അറിയാതെ എന്റെ മുഖത്ത് പുഞ്ചിരി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് കോപിക്കുന്ന ഒരാളല്ല. ഹല്ലേലൂയ. ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും. ആ സഹോദരി എടുത്ത വായി പറഞ്ഞു, പാസ്റ്റർക്ക് എത്ര ഭീകരമായ കാര്യം പറഞ്ഞാലും പാസ്റ്റർക്ക് ചിരിയേ ഉള്ളൂ. ഹല്ലേലൂയ. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ വേദന. ഞാൻ പറഞ്ഞു, കുഞ്ഞെ, നിന്നോട് ഇത് പറയുന്നത് പരിശുദ്ധാത്മാവ് അകത്ത് സന്തോഷം തരുന്നത് കൊണ്ടാ. നിന്റെ വിഷയത്തിന് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യും. അത്ഭുതവുമായിട്ടാണ് ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ഞങ്ങൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ യഹോവ നിനക്ക് വലിയവ ചെയ്തിരിക്കുന്നു, യഹോവ നിനക്ക് വലിയവ ചെയ്തിരിക്കുന്ന ശബ്ദം ഞങ്ങളുടെ കാതുകളിൽ കേട്ടു. അവിടെ ചെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. രാത്രി 2:45 ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചപ്പോൾ നാളെ രാവിലെ 10 മണിക്കകത്ത് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും. നിങ്ങൾക്ക് വേണ്ടി വലിയ വിശ്വസിക്കുക, പെറുപെറുക്കരുത്. ഇന്ന് രാത്രിയിൽ ആത്മാവ് ചിലരോടൊക്കെ ദൂത് പറയുന്നു. അല്ലെങ്കിൽ ചില വിഷയങ്ങൾക്ക് മറുപടി ഇല്ലാതെ നീ ആയിരിക്കുന്ന ചില മണ്ഡലങ്ങളിൽ ആത്മാവ് ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം അനിവാര്യമായ ഒരു ദൂത് കൈമാറുന്നു. ചില ഡിവൈസുകളെ നോക്കിക്കൊണ്ട് ആത്മാവ് പറയുന്നു, ഹല്ലേലൂയ, അസാധ്യമെന്ന് നീ പറഞ്ഞ ചില മേഖലകളിൽ പരിശുദ്ധാത്മ കയ്യൊപ്പോടുകൂടെ ഹല്ലേലൂയ നിന്നെ മാന്യനാക്കുക മാത്രമല്ല, നീ വിളിക്കുന്ന ദൈവം വിശ്വസ്തനെന്ന് ഉറപ്പ് തരാൻ നീ പാർക്കുന്ന പട്ടണത്തിനകത്ത് ചില അത്ഭുതങ്ങൾ ചെയ്യുന്ന മണിക്കൂറുകളാണ് അടുത്ത ദിവസങ്ങളെന്ന് നീ തിരിച്ചറിയാതെ പോകരുത്. യേശുവിന്റെ നാമത്തിൽ ആത്മനിയോഗത്തോടെ ദൂത് കൈമാറുമ്പോൾ അതിൽ പരിശുദ്ധാത്മാവിന്റെ കയ്യൊപ്പോടെ ആത്മാവിൽ ദൂത് ഞാൻ കൈമാറുകയാ. ഏറ്റെടുത്ത് വിശ്വസിക്കുന്നവർ അതിന്മേൽ ജയം കൊള്ളട്ടെ, അതിന്മേൽ ആമീൻ പറയട്ടെ, അതിന്മേൽ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ഉടമന വൈഡരാരകൽക്കനാഥന ഘടകസിയ 50 ലക്ഷം രൂപ പരിഹരിക്കാൻ പറ്റുന്നവര് ഹല്ലേലൂയ, സ്തോത്രം. ആ സമയത്ത് ഒറ്റ രാത്രി കൊണ്ടൊക്കെ വലിയ ബന്ധപ്പാടാ. പക്ഷേ അടുത്ത ദിവസം രാവിലെ സാധാരണ 7:30 ആയപ്പോൾ അദ്ദേഹം ഓഫീസിൽ ചെന്നിരുന്നു. അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഒരാൾ പോലും ഒരു പുതിയ വർക്കുമായിട്ട് വരത്തില്ല. എന്നാൽ 6 മാസം മുമ്പ് സൗദിയിലെ ഒരു ഷെയ്ക്ക് ഒരു പള്ളി പണിയാനായിട്ട് ഒരു കൊട്ടേഷൻ ഇവർ കൊടുത്തിരുന്നു. അതിന്റെ പ്ലാനും കൊടുത്തിരുന്നു. അത് ഹല്ലേലൂയ, സ്തോത്രം, മിനിസ്ട്രിയിൽ നിന്ന് സീൽ ചെയ്ത് ആ ഹല്ലേലൂയ പ്ലാനും കൊണ്ട് അന്ന്
സൗദിക്ക് പോയ ഹാലേലൂയ ഷെയ്ക്ക് രാവിലെ 8:30 ആയപ്പോൾ വന്ന് ഈ ഓഫീസിന്റെ മുമ്പിൽ കിടക്കുക. ഹാലേലൂയ സ്തോത്രം. ഓഫീസിന്റെ ഡോറ് ഹാലേലൂയ അകത്ത് AC ഇട്ടത് കൊണ്ട് ഡോർ അടച്ചിട്ടിരിക്കുന്നു. ഡോറിൽ വന്ന് നോക്കിയത് കഴിഞ്ഞപ്പോൾ എഞ്ചിനീയർ അകത്തുണ്ട്. വിളിച്ചു, അദ്ദേഹത്തെ വിളിച്ചിരുത്തി ഓഫീസിലിരുത്തി. പുള്ളി പറഞ്ഞു, എനിക്ക് ഇരിക്കാൻ സമയമില്ല, ഞങ്ങളുടെ കമ്പനി ആ പള്ളിയുടെ വർക്ക് നീ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. ഏകദേശം ഹാലേലൂയ 50 ലക്ഷം രൂപ വേണ്ടിയിടത്ത് 1 കോടി രൂപയുടെ ഒരു ചെക്ക് എഴുതി അദ്ദേഹത്തിന്റെ സ്പോൺസറുടെ പേരിൽ എഴുതിയിട്ട് ആ ചെക്ക് കൊടുത്തിട്ട് പറഞ്ഞു, പൈസ നിങ്ങൾ എടുത്തിട്ട് ഈ വർക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഇദ്ദേഹത്തിന് സന്തോഷം കൊണ്ട് നിൽക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം എന്നെ ഫോൺ വിളിക്കാൻ തുടങ്ങി. ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ യഹോവ ഇറങ്ങി, ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി. ഓടി സ്പോൺസർ എടുത്തിരുന്നപ്പോൾ സ്പോൺസർ പറഞ്ഞു, നീ പൊക്കോ, ഞാൻ പൈസ എടുത്തുകൊണ്ട് കോർട്ടിൽ കെട്ടിവെക്കാൻ 50 ലക്ഷവുമായിട്ട് ഞാൻ അവിടെ വരാം. ഹാലേലൂയ. അന്ന് അവന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരത്തിന്റെ ഇടപെടൽ തുടങ്ങി. ഇന്ന് രാത്രിയിൽ ഹാലേലൂയ ആത്മനിയോഗത്തോടെ ഞാൻ ഈ ദൂത് പറയുമ്പോൾ എന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാ. ഒരു കാലഘട്ടത്തിൽ ഭക്തന്മാർക്ക് വേണ്ടി അത്ഭുതം ചെയ്തുവെങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ അവന്റെ കരം കുറുകിയിട്ടില്ല. ഇന്ന് രാത്രിയിൽ എനിക്കും നിനക്കും വേണ്ടി അത്ഭുതം ചെയ്യാൻ ഓ റാമ ഷേഖിയാനാകാശേ ഏത് ദിക്കിൽ നിന്ന്, ഏത് വശത്തു നിന്ന്, ഏത് ഹാലേലൂയ ഫ്രീക്വൻസിയിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കാൻ കഴിയുമെന്ന് അറിയുന്നവൻ ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ഇടപെടുകയാണ്. അവിശ്വാസത്തെ പിന്നിലേക്ക് മാറ്റി വിശ്വാസത്തെ ഒന്ന് മുറുകെ പിടിച്ച് ഇന്ന് രാത്രിയിൽ അത്ഭുതങ്ങളുടെ ദൈവ, അടയാളങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവ, വീര്യം പ്രവർത്തിക്കുന്ന ദൈവ ഇന്ന് രാത്രിയിൽ ആത്മനിയോഗത്തോടെ വലിയവ ചെയ്യുവാൻ നമ്മുടെ നടുവിലുണ്ട്. ഉടമന വൈഡരാധകൽഖനാദന ഘടകസ്യ. 10 മണിയായപ്പോൾ സ്പോൺസർ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സ്പോൺസറുടെ അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് ആയി. ഒരു ചെക്ക് ലീഫ് എഴുതി അദ്ദേഹം അവിടെ കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ ആളെ റിലീസ് ചെയ്യാൻ പറഞ്ഞു. ആ പണി മുതൽ ആ കമ്പനി അവർ വളരെ സമൃദ്ധിയിലേക്ക് വന്നു. ഹല്ലേലൂയ. ഞാൻ പറയാൻ കാരണം, ദൈവം അല്പം തന്നാ മതി, അതെല്ലാത്തിലും സമൃദ്ധിയായതായിരിക്കും. ദൈവം അല്പം തന്നാ മതി, അതെല്ലാത്തിലും മേൽത്തരമായിരിക്കും. ഹല്ലേലൂയ. അവരുടെ കുഞ്ഞുങ്ങൾ ഇവിടെ പഠിച്ചു, നല്ല ഡിഗ്രികളായി, വിവാഹം കഴിച്ചു. ഹാലേലൂയ. ഒരു കുഞ്ഞ് ഹാലേലൂയ ഡോക്ടറായി മാറി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവം ചെയ്താൽ മനോഹരമായി ചെയ്യുകയുള്ളൂ. ചില ശോധനയിലൂടെ, ചില വേദനയിലൂടെ, ചില സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും മനുഷ്യർ പറയാറുള്ളത്, ഇതെന്റെ അവസാനമാ, ഇവിടെ കൊണ്ട് ഞാൻ അവസാനിച്ചു, ഇവിടെ കൊണ്ട് തീർന്നു. ഹല്ലേലൂയ. അബ്രഹാമെ നിന്നെ ദൈവം വിളിച്ചത്, അബ്രഹാം പിതാവെ ദൈവം വിളിച്ചത് ചില പരീക്ഷയിലൂടെ കടന്നു പോകാനാ. കാരണം എന്താണ്? ഹല്ലേലൂയ. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന മഹാശ്രേഷ്ഠകരമായ ദൈവിക പദ്ധതികൾ ഹല്ലേലൂയ ജനത്തിന് വിവരിക്കാൻ കഴിയുന്നതിനപ്പുറമാ. ആത്മാവിൽ ദൂതിയാൻ കൈമാറുമ്പോൾ ഒരിക്കൽ കൂടി ഞാൻ വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ. ദൈവ ശബ്ദത്തിന് കീഴ്പ്പെടാൻ തയ്യാറായാൽ, ദൈവ ശബ്ദത്തിന് താഴ്ത്തുവാൻ തയ്യാറായാൽ മനോഹരമായി അവൻ പണിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അബ്രഹാമിനോട് പറയുന്നുണ്ട്, ഹല്ലേലൂയ, നിന്റെ സന്തതികളെ കടൽ തീരത്തെ മണൽത്തരി പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും അനുഗ്രഹിക്കുക. എന്താ മണൽത്തരിയുടെയും ആകാശത്തിലെ നക്ഷത്രങ്ങളുടെയും പ്രത്യേകത എന്നറിയാമോ? നിനക്കുണ്ടാകുന്ന തലമുറകൾ വലിയ വലിയ പ്രതിസന്ധികളെ തടഞ്ഞു നിൽക്കുന്ന മണൽത്തിട്ടയായി മാറും. ആർത്തിരമ്പി വരുന്ന ചില തിരമാലകൾ കഷ്ടതയിലൂടെയും പ്രതിസന്ധിയിലൂടെയോ പ്രതികൂലത്തിലൂടെ കടന്നു വന്നവരുടെ മക്കളുണ്ടല്ലോ. ഹല്ലേലൂയ. സ്തോത്രം. ആത്മനിയോഗത്തോടെ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, എനിക്ക് ഒരു മോനെ തന്നു, അവന്റെ പേര് ഷിൻസൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ഇവിടെ ഹല്ലേലൂയ ഏകദേശം 40 വർഷത്തിൽ മേലായി ഹല്ലേലൂയ ഞാൻ ഈ ഒമാനിലായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്റെ ദൈവം ഹല്ലേലൂയ എല്ലാവിധ സാഹചര്യങ്ങളും അനുകൂലമാക്കി തന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഒരിക്കൽ ഹല്ലേലൂയ എന്റെ മോനെ വിവാഹം കഴിഞ്ഞതിന് ശേഷം എന്നോട് ഒരിക്കൽ നേരിട്ട് വന്നിട്ട് പറഞ്ഞു, പപ്പാ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, UK പോകണമെന്ന് ഹല്ലേലൂയ എന്റെ വൈഫ് പറയുന്നു. സ്തോത്രം. എല്ലാവരും ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ UK കൊണ്ട് ഒരു ആവശ്യവും എന്റെ മോനില്ല. ഹല്ലേലൂയ എനിക്ക് ഒരേ ഒരു മോനേ ഉള്ളൂ. എല്ലാ മേഖലകളിലും ജോയ്സ് എന്നെ വന്ന് കണ്ടതാണ്, എന്റെ കൂടെ താമസിച്ചതാണ്. ദൈവം തന്നിരിക്കുന്ന ഭൗതിക നന്മ, ഹല്ലേലൂയ വിശാലത എല്ലാം പ്രിയ ജോയ്സ് കണ്ടതാണ്. പക്ഷേ ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം, എന്റെ മോനെ എനിക്ക് UK വിടാൻ മനസ്സില്ല. അവൻ എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ദൈവം തന്നിട്ടുണ്ട്. എന്റെ പിതാവിന്റെ 3-ാം തലമുറയാണ് അവന്. എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഉണ്ട്. ഒരു അഡ്മിനിസ്ട്രേറ്ററായി ഓഫീസിനകത്ത് അവൻ ആൾക്കാരെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവനാ. ഹല്ലേലൂയ. പക്ഷേ ഏത് സൂം പ്ലാറ്റ്ഫോമിലും എന്റെ ഭാര്യയിലൂടെ പാടുവാൻ, സൂസനിലൂടെ പാടുവാൻ കയറിയാൽ അവരെ അറിയാത്ത പലരും പറയുന്നു, നിന്നെ ഞങ്ങൾ ഇവിടുന്ന് പറിച്ചു മാറ്റി നടും, പറിച്ചു
മാറ്റി നടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൂത് കേട്ടിട്ട് ഞാൻ പൊട്ടിക്കരഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. കാരണം എന്താണെന്ന് അറിയാമോ? ദൈവത്തിന്റെ പദ്ധതികൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നതിനപ്പുറമാ. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ മോനെ വിട്ടു പോകാൻ പറ്റാത്തില്ല. 21 ദിവസം ഒരു വാസം എടുത്തു. മോളെ ആദ്യം UK പറഞ്ഞു വിട്ടിട്ട് 21 ദിവസം വാസം എടുത്തു. 21ാമത്തെ ദിവസം മോന് ഹാലേലൂയ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, പപ്പാ എനിക്ക് അനുകൂലമായി ദൈവശബ്ദം ഞാൻ കേൾക്കുന്നു. ഹാലേലൂയ, ഐ ആം ഗോയിങ്, ഞാൻ പോവുകയാണ്. ഹാലേലൂയ, സ്തോത്രം. എനിക്ക് വളരെ ഭാരം എന്റെ ഉള്ളിൽ ഉണ്ടായി. വളരെ പ്രശ്നം, പ്രതികൂലത്തിലൂടെ ഞാൻ കടന്നുപോയി. പക്ഷേ ഹാലേലൂയ, സ്തോത്രം. എന്തിനാണ് അവൻ UK പോയത്? പക്ഷേ ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, എന്റെ മോനെ UK ദൈവം കടത്തിവിട്ടതിന്റെ ഉദ്ദേശം ദൈവത്തിന്റെ വേറെയായിരുന്നു. അവിടെ കടന്നു ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഹല്ലേലൂയ എനിക്കതിന്റെ മർമ്മം മനസ്സിലായത്. അനേകരെ ആശ്വസിപ്പിക്കുന്ന, ദൈവത്തിന് സംസാരിക്കുന്ന, ഹല്ലേലൂയ, സ്തോത്രം, എന്നോട് ഹാലേലൂയ ദൈവത്തിന്റെ ഇടപെടൽ വന്നിട്ട് എനിക്ക് വിശ്വസിക്കാൻ എന്റെ ഹൃദയം ചെറുതായി പോയി. ദൈവമക്കളെ, എന്റെ മോനെ അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞ് 6ാമത്തെ മാസം അവനിങ്ങനെ ഹാലേലൂയ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പപ്പാ ഇവിടെ ഹാലേലൂയ അനേക തലമുറകൾ, അനേക കുഞ്ഞുങ്ങൾ ലോകത്തിന്റെ മ്ലേച്ഛതയിലൂടെ നടക്കുന്നു. ഹാലേലൂയ, സ്തോത്രം. ഏത് തെറ്റുകളും മാർഗങ്ങൾ കണ്ടാൽ അതിനെ ബൗട്ടനടിക്കുന്നവനാണ് എന്റെ കുഞ്ഞ്. അനാവശ്യമായിട്ടൊരു പണവും നഷ്ടപ്പെടുന്നവനല്ല. അവന് എവിടെ വിട്ടാലും എന്തും അവന്റെ കയ്യിൽ കൊടുക്കാൻ എനിക്ക് വിശ്വാസമാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവന് പറഞ്ഞു, പപ്പാ, ആത്മഭാരത്തോടെ അവൻ എന്നോട് പറയുകയാണ്, പപ്പാ ഇവിടെ അനേകർ തകർന്നുകൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു, മോനെ എന്താണ് നിനക്ക് ചെയ്യാൻ പറ്റുന്നത്? പപ്പാ അവരെ വിളിച്ചൊരു പ്രാർത്ഥന തുടങ്ങണം. എന്റെ മോനൊരു വീട്ടിലൊരു പ്രാർത്ഥന തുടങ്ങി. ആ പ്രാർത്ഥന ആരംഭിച്ചു കഴിഞ്ഞ് മോളും മോനും കൂടെ നടക്കാൻ ഇറങ്ങിയപ്പോൾ അവരൊരു ചർച്ച് കണ്ടു. ആ ചർച്ചിന്റെ അടുത്ത് ചെന്നിട്ട് നോക്കിയിട്ട് ആരെയും കാണുന്നില്ല. അവിടെ അവരുടെ അഡ്രസ്, മെയിൽ ഐ ഡി ഉണ്ട്. ആ മെയിൽ ഐ ഡിയിലേക്ക് ഒരു മെസ്സേജ് അയച്ചു. ദൈവമക്കളെ ശ്രദ്ധിക്കണം, ഒരാഴ്ചയായിട്ടും മറുപടിയില്ല, 2 ആഴ്ചയായിട്ടും മറുപടിയില്ല, 3 ആഴ്ചയായിട്ടും മറുപടിയില്ല, 1 മാസമായിട്ട് മറുപടിയില്ല. എന്നാൽ 1 മാസം കഴിഞ്ഞ്, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മറുപടി വന്നു. എന്നെ രാവിലെ 10 മണിക്ക് വന്ന് കാണണം. അങ്ങനെ കാണുവാനായിട്ട് ചെന്നപ്പോൾ ആ ബിഷപ്പ് എന്റെ മോനെ വിളിച്ചു പറഞ്ഞു, ഹാലേലൂയ മറ്റാർക്കും ഞങ്ങൾ ചർച്ച് കൊടുക്കത്തില്ല. ഹാലേലൂയ, ഷിൻസൻ നിനക്ക് ചർച്ച് തരാൻ എന്റെ മനസ്സിലൊരു പ്രേരണ വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ UK പോയി ഒരു സ്നാനം അവിടെ നടത്തിയിട്ടാണ് ഞാൻ വന്നത്. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ മോടെ പപ്പായും മമ്മിയും ഇപ്പോൾ അവിടെ ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം അനുവദിച്ചാൽ അടുത്ത ഞായറാഴ്ച ഒരു ഇറാനിയുടെ സ്നാനം നടക്കുക. ഹല്ലേലൂയ, സ്തോത്രം. എന്താ ഇറാനിയുടെ സ്നാനം നടക്കുന്നത്? അതും പറയാതെ പോയാൽ കുറവാ. കാരണം ഞാൻ പറയാം. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടുത്തെ 2 കുഞ്ഞുങ്ങള് ഹല്ലേലൂയ ദുബായിൽ വലിയ ബിസിനസ് ചെയ്യുന്നതാ. ഒരു വർഷം 40,000 റിയാൽ, അതായത് ഒമാനിലെ 1 കോടി രൂപ, ഇന്ത്യയിലെ 1 കോടി രൂപ, ഒരു മാസത്തോളം, ഒരു വർഷത്തോളം പ്രോഫിറ്റ് ഈ മൂത്ത മോക്ക് കൊടുക്കുന്ന അപ്പനാ ദുബൈയിലുള്ളത്. സ്വർണ്ണ വ്യാപാരിയാണ്. 2ാമത്തെ മോൾ ഇറാനിലുണ്ട്. അവള് ഹാലേലൂയ അവിടെ സന്തോഷത്തോടെ ഡോക്ടറായിട്ട് അവിടെ ജോലി ചെയ്യുന്നു. ഹാലേലൂയ, സ്തോത്രം. ഈ മൂത്ത സഹോദരിയുടെ 2 മക്കള് എന്റെ മോന്റെ ചർച്ചിൽ സൺഡേ സ്കൂൾ പഠിക്കാൻ പോകും. ഇവിടെ ജോലി എന്ന് പറയുന്നത് ഫ്ലൈറ്റിന്റെ ഡിസൈനിങ് എഞ്ചിനീയർ ആണ്. ഹല്ലേലൂയ 20 ലക്ഷം രൂപയുടെ അടുത്ത് സാലറി ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ മോനുമായിട്ട് കുടുംബത്തിനടുത്താണ് താമസിക്കുന്നത്. ഈ സഹോദരിയുടെ മക്കളെ 2 പേരെ, മുസ്ലിം സഹോദരി, അവരെ 2 പേരെ എന്ത് ചെയ്തു? സൺഡേ സ്കൂളിന് വിട്ടു. ഹല്ലേലൂയ 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ അമ്മയ്ക്ക് ഒരു തലവേദന വന്നു. ഹല്ലേലൂയ പാരസെറ്റമോൾ കഴിച്ചു, മറ്റു കാര്യങ്ങൾ കഴിച്ചു, തലവേദന കുറയുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് തലവേദന സിവിയറായി. കുഞ്ഞുങ്ങൾ പറഞ്ഞു, അമ്മേ യേശുവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവർക്ക് വിശ്വാസമില്ല. അവൾ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായി അവിടെ ബ്രെയിനകത്തൊരു ട്യൂമർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവൾ ആകപ്പാടെ ആകപ്പാടെ അവിടെ ഭാവി നിരാശയായി. അവൾ ബുദ്ധിയുള്ളവൾ, 20 ലക്ഷം രൂപ ശമ്പളമുള്ളവർ, എല്ലാ നിലവാരങ്ങളിലും മാന്യതയുള്ളവൾ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, അവൾ ആകെ തകർന്നു പോയി. ഹല്ലേലൂയ. ആ 2 കുഞ്ഞുങ്ങൾ, വചനം പഠിച്ച കുഞ്ഞുങ്ങൾ, അമ്മയുടെ കട്ടിൽ അടുത്തിരുന്നു അമ്മേ ജീസസിനെല്ലാം കഴിയോ, ജീസസ് എല്ലാം ചെയ്യാൻ വിശ്വസ്തനാ, അമ്മ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. അങ്ങനെ കുഞ്ഞുങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ദൈവവരങ്ങൾ ഏൽപ്പിച്ചു. ഹല്ലേലൂയ. 1 മാസം കഴിഞ്ഞതിന് ശേഷം അവൾ ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്തപ്പോൾ അവിടെ ബ്രെയിനകത്ത് ട്യൂമർ ഇല്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ ദൂത് പറയുമ്പോൾ മസ്കറ്റിൽ കിടക്കുന്ന എന്റെ മോനെ എടുത്ത് അവനെ UK കൊണ്ടുപോയത് എന്തിനാണെന്ന് അതെനിക്കറിയത്തില്ല. പക്ഷേ ഇന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമക്കളെ, ദൈവം വിളിച്ചാൽ എഴുന്നേൽക്കാൻ തയ്യാറാകണം. ദൈവം വിളിച്ചാൽ പുറപ്പെടാൻ തയ്യാറാകണം. അല്പം പരീക്ഷ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാം, അല്പം പ്രശ്നം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാം, അല്പം പ്രതികൂലം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാം. യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിനുമേൽ ജയമെടുത്തു പറയുക.
നമ്മെ കൊണ്ട് ദൈവം വലിയ ചെയ്യിക്കും. അബ്രഹാമേ, കടൽ തീരത്തെ മണൽത്തരി പോലെ നിന്റെ തലമുറയെ വളർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആർത്തിരമ്പുന്ന തിരമാലകൾ പോലെ പ്രതിസന്ധികൾ ദൈവസഭയ്ക്ക് നേരെ ആഞ്ഞടിക്കുമ്പോൾ നിന്റെ തലമുറയെ ഒരു മതിൽക്കെട്ടായി നിർത്തുവാൻ ഞാൻ പണിയാൻ ആഗ്രഹിക്കുന്നു. ഒരു മതിൽക്കെട്ടായി നിർത്താൻ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ വഴിയെറിയാതെ പരിനടക്കുന്ന അനേകർക്ക് പ്രകാശം കൊടുക്കുവാൻ, പ്രതീക്ഷ കൊടുക്കാൻ ഞാൻ നിന്റെ തലമുറയെ എടുക്കുന്ന ഒരു കാലമുണ്ട്. ഇന്ന് പ്രതിസന്ധി അനുഭവിക്കുന്ന ദൈവമക്കളെ, പ്രതികൂലത്തിൽ ആടിയുളയുന്ന ജീവിതമേ, ആത്മാവിൽ പ്രചോദനത്തിനായി പരിശുദ്ധാത്മാവ് ഒരു ദൂത് കൈമാറുകയാണ്. ഹല്ലേലൂയ. ഏത് പ്രശ്നത്തിലും ഏത് പ്രതികൂലത്തിലും നീ പതറിപ്പോകരുത്. നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം തരുന്നവൻ ഇന്ന് രാത്രിയിൽ ഇവിടെ ജീവിക്കുകയാണ്. ഹല്ലേലൂയ. എന്നെ കേൾപ്പിച്ച ദൈവവചനം, അവൻ എഴുന്നേറ്റു. ശൗലേ, നമുക്ക് ഒരുമിച്ച് പുറപ്പെടാം. എഴുന്നേൽക്കുക. ചില ശബ്ദത്തിന് മുന്നിൽ എഴുന്നേൽക്കാൻ തയ്യാറാകണം. വിളിച്ചതാരെന്ന് നോക്കാതെ, വിളി കേട്ടത് എവിടെ നോക്കാതെ, അബ്രഹാം കേട്ടതുപോലെ പുറപ്പെടാൻ തയ്യാറാകുമെങ്കിൽ, ഒരുങ്ങാൻ തയ്യാറുമാകുമെങ്കിൽ, ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം നമ്മെ പണിയുന്ന നാളുകൾ നമ്മുടെ മുമ്പിലുണ്ടെന്ന് ആത്മാവ് ഇന്ന് സന്ധ്യാസമയം ദൂത് കൈമാറുകയാണ്. യേശുവിന്റെ നാമത്തിൽ പഠിച്ചവർ പഠിക്കട്ടെ, ദുഷിച്ചവർ ദുഷിക്കട്ടെ, ഇട്ടിട്ട് പോയവർ ഇട്ടിട്ട് പോകട്ടെ, കൈവിട്ടവർ കൈവിട്ടു പോകട്ടെ. കൈവിടാത്ത ഒരുവൻ ഉയരത്തിലുണ്ട്. അവന്റെ പേരാണ് എൽ ശദായി. അവനെ അത്രേ ഇന്ന് രാത്രിയിൽ നാം ആരാധിക്കുന്നത്. വിശ്വാസത്തിന് മൂർച്ച കൂട്ടട്ടെ, വിശ്വാസത്തിന് വീര്യം വർദ്ധിക്കട്ടെ, വിശ്വാസത്തിന് തീഷ്ണത ഇന്ന് രാത്രിയിൽ വർദ്ധിച്ചു വരട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ വിളി കേട്ട് പുറപ്പെടാൻ തയ്യാറാകുക. എഴുന്നേൽക്കാൻ തയ്യാറാകുക. ഇൻഫർമേഷൻ പരിശുദ്ധാത്മാവിലൂടെ കൈമാറി കഴിഞ്ഞു. ആകയാൽ ഹല്ലേലൂയ, ഐശ്വര്യമായി നമ്മെ അനുഗ്രഹിക്കുന്ന, ഐശ്വര്യമായി നമ്മെ അനുഗ്രഹിക്കുന്ന, നിന്റെ സന്തതിയെ കടൽ തീരത്തെ മണൽച്ചരി പോലെ അനുഗ്രഹിക്കുന്ന, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ അനുഗ്രഹിക്കുന്ന ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അനുവദിച്ച സമയം ഇവിടെ അവസാനിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ, ദൈവകൃപയോടെ ഈ ദൂതിന്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, എന്നെ ഒന്ന് പണിയണമേ. ഹാലിൽ ഞാൻ എഴുന്നേൽക്കാൻ തയ്യാറാണ് കർത്താവേ. ഹാലിൽ ഞാൻ പുറപ്പെടാൻ തയ്യാറാണ് കർത്താവേ. ഈ ദൂതിന്റെ മുമ്പിൽ ഞാൻ എന്നെ ഏൽപ്പിക്കുന്ന കർത്താവേ. ഈ ദൂത് എനിക്ക് വേണ്ടിയായിരുന്നു, ഈ ദൂത് എനിക്ക് വേണ്ടിയായിരുന്നു. പരിശുദ്ധാത്മാവ് ചിലർക്ക് വേണ്ടി ഈ ദൂത് കൈമാറുകയാ. ഹല്ലേലൂയ. ചിലരെ കർത്താവ് ഇമ്മീഡിയറ്റ്ലി ഹാലേലൂയ പുറപ്പെടുവിക്കും. ഹാലേലൂയ. ചിലരെ ചില വ്യത്യസ്ത സാഹചര്യങ്ങളെ കർത്താവ് പണിയാൻ പോകാ. ഇതുവരെ പണിയല്ല, ഒരു പുതിയ മണ്ഡലത്തിലേക്ക് ഒരുക്കിയെടുക്കാൻ പോകാ. ഏൽപ്പിച്ചു കൊടുക്കാൻ എത്ര പേർ കഴിയും? ഏൽപ്പിച്ചു കൊടുക്കാൻ എത്ര പേർ കഴിയും? അവർ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ, അതരങ്ങളെ ചലിപ്പിച്ചുകൊണ്ടിരിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകാ. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ എത്ര ഭീകരമായിരുന്നാലോ, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന സാഹചര്യങ്ങൾ എത്ര ദുർഘടമായിരുന്നാലോ, ആരും നിങ്ങൾക്ക് വഴി തുറക്കാൻ ഇല്ലെന്ന് പറഞ്ഞ്, ആരും നിങ്ങളുടെ മുമ്പിൽ ഹല്ലേലൂയ, ആരും നിങ്ങളുടെ മുമ്പിൽ സഹായത്തിന് ഇല്ലെന്ന് പറഞ്ഞ്, പ്രതീക്ഷ ഇല്ലെന്ന് പറഞ്ഞ ചില ദിനരാത്രങ്ങളുടെ മുമ്പിൽ ഇന്ന് രാത്രിയിൽ ആത്മപ്രചോദനത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം കേൾക്കുന്ന ജനത്തെ നിന്റെ ദാസൻ അനുഗ്രഹിക്കുന്നു. ആത്മാവിൽ കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങൾ വചനത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ കർത്താവേ ഒന്ന് ഒരുക്കണമേ, ഞങ്ങളെ ഒന്ന് പണിയണമേ, ഒരു പുതിയ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ എത്ര ഭീകരമായിരുന്നാലും, മുമ്പിലെ വൈരുദ്ധ്യങ്ങൾ എത്ര ദുർഘടമായിരുന്നാലും, യേശുവിന്റെ നാമത്തിൽ അതിനുമേൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ജനം സമാധാനത്തോടെ മടങ്ങട്ടെ, സമാധാനത്തോടെ അവരായിരിക്കട്ടെ. നാളുകളിൽ അത്ഭുതം കാണുവാൻ അവരുടെ കണ്ണുകൾക്ക് സ്വർഗം ഭാഗ്യം ചെയ്താട്ട് ദൈവങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടിയിരിക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ.